ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറ്റവും അഭിമന്യരായ റംബാച്ചന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥനാപൂർവം ഈ സന്നിധിയിലായിരിക്കുന്ന ദൈവജനമേ, വീണ്ടും ഒരു വർഷം കൂടി നമുക്ക് 9 ദിവസം പിന്നിടുവാനായി ദൈവം അവസരം നൽകിയിരിക്കുകയാണ്. 2014 പിന്നിട്ട് 2015 9-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ ഈ പ്രഭാതം കാണുവാൻ ദൈവം നൽകിയ അവസരത്തിനായി ദൈവത്തെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ദാനമാകുന്നുവല്ലോ. അതെ, ദൈവനാമം മഹത്വീകരിക്കപ്പെടുവാനായി ദൈവശബ്ദം ശ്രവിപ്പാൻ്റെ കോണം ഈ പ്രഭാതം നാഥ കൂട്ടി വരുത്തുന്ന നിന്നെ സ്തുതിക്കുന്നു എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉരുവിട്ടുകൊണ്ട് ഇവിടെ ആയിരിക്കാം. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം അതിപരിശുദ്ധമായ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള, ദൈവത്തിൻ്റെ സാമീപ്യമുള്ള, പരിശുദ്ധാത്മ നിറവുള്ള ഈ ഇടത്തിൽ എനിക്കൊന്ന് നിൽക്കുവാൻ കഴിയുക എന്ന് പറയുമ്പോൾ എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാലും മതിയാകുകയില്ല. ഇവിടെ ആയിരിക്കുന്ന നിങ്ങൾക്കും ഒന്നിരിക്കുവാൻ കഴിയുക, ദൈവശബ്ദമൊന്ന് ശ്രവിക്കുവാൻ കഴിയുക എന്ന് ചിന്തിക്കുമ്പോൾ അതെ, ദൈവത്തെ എത്രമാത്രം സ്തുതിച്ചാൽ മതിയാകും. കാരണം ഇത് ആഗ്രഹിച്ചിട്ടും ഒരുപക്ഷെ ഇതിന് സാധിക്കാത്ത എത്രയോ പേര് ഉണ്ട് എന്നുള്ളത് ഓർക്കുക. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വീകരിക്കപ്പെടുവാൻ ഇടയാകട്ടെ. ഒരുപക്ഷെ ആധുനിക സംവിധാനങ്ങളുള്ളത് കൊണ്ട് ഈ ശബ്ദം ലോകത്തിൻ്റെ ഓരോ കോണിലും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ സാന്നിധ്യം കൊണ്ട് ഇതിൽ സംബന്ധിപ്പാൻ കഴിയാത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ ഒരു സന്ദേശം ശ്രവിപ്പാൻ ദൈവം അവസരം കൊടുക്കുന്നതിനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഏത് കോണിലായിരുന്നാലും, ഏതിടത്തിലായിരുന്നാലും, ഏത് സ്ഥലങ്ങളിലായിരുന്നാലും അതെ, ദൈവം ഉള്ളിൽ ഇറങ്ങി വസിക്കുവാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ, ആ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് ഞാൻ വന്നതുപോലെ എന്നെ പറഞ്ഞയക്കരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇവിടെ ആയിരിക്കാൻ. അതെ, ഇത് വെറും ഒരു ചടങ്ങല്ല, ഇതൊരു ശുശ്രൂഷയാണ്. ദൈവത്തിൻ്റെ അതിനാമം മഹത്വീകരിക്കപ്പെടുവാൻ, പരിശുദ്ധ നാമം ഏറ്റവും മഹനീയമായി സ്തുതിക്കപ്പെടുവാനായി, ദൈവത്തിൻ്റെ കൃപകൾ അനവരതം ഇവിടെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി ഇറങ്ങുവാനായി, ഈ ശുശ്രൂഷയിൽ ദൈവം വ്യാപരിക്കുവാനായി, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ ഇറങ്ങുവാനായി, ദൈവജനമേ, എന്നെ ശ്രവിക്കുന്ന ഏവരുമേ നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പ്രാർത്ഥനയിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഞാൻ സന്തോഷത്തോടെ നിൽക്കുന്നു. കാരണം നിന്ദിപൊഴിയായ നിന്യ മൺകട്ടയാകുന്ന എന്നെ ഈ അതിപരിശുദ്ധമായ സ്ഥലത്ത് നിർത്തുവാൻ തക്കവണ്ണം ദൈവം ഒന്ന് യോഗ്യത നൽകിയതുകൊണ്ടാണ് ഞാൻ സന്തോഷിക്കുന്നത്. കാരണം എനിക്ക് ഇതിന് യോഗ്യതയില്ല എന്നുള്ളത് ഞാൻ പൂർണ്ണമായിട്ടും തിരിച്ചറിയുന്നു. കേവലം 10 വയസ്സ് പ്രായമുള്ളപ്പോൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ കൈ പിടിച്ചുകൊണ്ട് പന്തളത്തിനടുത്ത് കുരമ്പാല എന്ന പ്രദേശത്ത് നിന്ന്, അവിടെ നിന്നും ആരംഭിച്ച പരുമല പദയാത്രാ സംഘത്തിലെ ഒരു അംഗമായി, അപ്പച്ചൻ്റെ ഒരു വലിയ ആഗ്രഹവും നേർച്ചയുമായിരുന്നു ഈ കുഞ്ഞിനെ പരുമലയിൽ ഈ പരിശുദ്ധൻ്റെ പെരുന്നാളിൽ ഒന്ന് നടത്തിക്കൊണ്ട് പോവുക. കാരണം കാലിന് പ്രയാസമുള്ള ഒരവസരത്തിൽ അപ്പച്ചൻ, എൻ്റെ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ ഈ പരിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അപേക്ഷിച്ചു. അതെനിക്ക് സാധിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ അറിവിൽ, ഓർമ്മയിൽ, അതിനു മുമ്പ് വന്നിട്ടുണ്ടാകുമെങ്കിലും എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് ഈ പരുമലയിലേക്ക് പ്രവേശിക്കുന്നത് വരുന്നത്. അന്നു മുതൽ ഇന്ന് വരെയും കഴിവുള്ളിടത്തോളം പരുമല പെരുന്നാളിൽ പ്രത്യേകമായും പദയാത്രയിൽ സംബന്ധിപ്പാനായിട്ട് ദൈവം ശക്തീകരിക്കുന്നുണ്ട്. ദൈവജനമേ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക്, എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കും ഓരോ അനുഭവങ്ങളും, ഓരോ വലിയ ആ സന്തോഷങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ ഉയരുന്നുണ്ടാകാം. ദൈവം ഈ പരിശുദ്ധ പിതാവിൻ്റെ ആ സന്നിധിയിൽ നിന്ന് നൽകിയ അനുഗ്രഹങ്ങൾ എത്രയോ അധികമാണ്. ഇവിടെ ആയിരിക്കുന്ന എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, നീറുന്ന, വേദനിക്കുന്ന, വിങ്ങുന്ന ഹൃദയവുമായിട്ടിരിക്കുന്ന അനേകരുണ്ടായിരിക്കാം. ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ ആ ഇടപെടലുണ്ടാകും, സംശയം വേണ്ട. പക്ഷെ വിശ്വസിക്കണം. അതെ, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ ആമുഖമായിട്ട് സൂചിപ്പിക്കട്ടെ, പ്രാർത്ഥനയോടുകൂടി മാത്രമേ ഇവിടെ ആയിരിക്കാവൂ. പ്രാർത്ഥന ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സന്ദേശം എന്ത് എന്ന് തമ്പുരാൻ അറിയാം. അത് നിശ്ചയമായിട്ടും അത് വാങ്ങിക്കൊണ്ട് മാത്രമേ നിങ്ങളെ തിരിച്ച് തമ്പുരാൻ മടക്കി അയക്കുകയുള്ളൂ. ഞാൻ ഒരുപക്ഷെ വിചാരിക്കുന്ന കാര്യങ്ങളോ ഞാൻ പറയുന്ന കാര്യങ്ങളോ എൻ്റേതായി തീരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, അതിനുവേണ്ടി ശ്രമിക്കുന്നുമില്ല. മറിച്ച് ദൈവ
ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഈ നിന്യ മൺകട്ടയായ ഈ പൂഴിയായി ഭൂമിയിലെ നിന്യ പൂഴിയായി എന്നെയും ഏൽപ്പിച്ചു കൊടുക്കുക. ഈ മഹാപരിശുദ്ധന്റെ സന്നദ്ധിയിൽ നിന്നുകൊണ്ട് ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ ബലഹീനായ എനിക്കിവിടെ നിന്ന് ദൈവജനത്തിന് ആവശ്യമുള്ള സന്ദേശം ഈ തിരുവനത്തിൽ നിന്ന് നൽകുവാൻ തക്കവണ്ണം ദൈവം ബലപ്പെടുത്തുന്നതിനായിട്ട് നിങ്ങളും പ്രാർത്ഥിക്കണമേ. യിരെമ്യാ പ്രവചനം അതിൻ്റെ 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, യഹോവേ നീ എന്നെ അറിയുന്നു. അതെ, നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം നമ്മെ അറിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ആവശ്യമുള്ള എല്ലാ സന്ദേശവും നൽകുവാനായി അവൻ പ്രാപ്തനാണ്. ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. യാക്കോബ് കണ്ട ഒരു സ്വപ്നമുണ്ട്. അതെ, എത്ര അതിശയമായിരിക്കുന്നു, എത്ര മനോഹരമായിരിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ദൈവം ഇവിടെയുണ്ട്. എത്രയോ അത്ഭുതമായിരിക്കുന്നുവെന്ന് യാക്കോബ് ഉറക്കമുണർന്ന് ദൈവത്തെ സ്തുതിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവവചനം യിരെമ്യാ പ്രവചനം 23-29 നമ്മൾ ഇപ്രകാരം കാണുന്നു, ദൈവവചനം എൻ്റെ വചനം തീ പോലെയാണ്. ദൈവത്തിന്റെ വചനം തീ പോലെയാണ്. അതെ, പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ. യഹോവേ ദൈവം പറഞ്ഞിരിക്കുന്ന അരുമവചനമാണ്. ദൈവവചനം തീ പോലെയാണ്, പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്. ഈ വചനം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലേക്ക് ഒന്നിറങ്ങി വരുവാനായി പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമെന്ന് വീണ്ടും ഓർമ്മിപ്പിച്ച് എൻ്റെ ഇന്നത്തെ ഈ വിഷയത്തിലേക്ക് കൃത്യമായിട്ട് പ്രവേശിക്കട്ടെ. ഞാൻ ഒരുമിച്ച് ധ്യാനത്തിന് വേണ്ടി വേർതിരിച്ചിരിക്കുന്ന വിശുദ്ധ വേദഭാഗം ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം അതിൻ്റെ 16-ാം അധ്യായം 7-ാം വാക്യമാണ്. 1 ശമൂവേൽ 16-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളി ചെയ്തു. 1 ശമൂവേൽ 16-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. ഇതിന്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ, ഇസ്രായേൽ രാജാവായിരുന്ന ശൗൽ യഹോവയുടെ കൽപ്പനകളെ അനുസരിക്കാതെ അത് വിട്ടുമാറിയെന്ന് മനസ്സിലാക്കിയപ്പോൾ ശമൂവേൽ പ്രവാചകനോട് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, അതെ, ഞാൻ ആ രാജസ്ഥാനത്ത് നിന്ന് അവനെ തള്ളിയിരിക്കുന്നു, മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് കൊമ്പിൽ നീ തൈലവും നിറച്ച് പുറപ്പെടുക. ഇസ്രായേൽ അടുത്ത ഒരു രാജാവിനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അത് മറ്റാരിലുമല്ല, യിശ്ശായിയുടെ മക്കളിൽ ഒരുവനിൽ. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ചെയ്യുക. ഇത് കേട്ട മാത്രയിൽ അത്യുന്നത പ്രവാചകനായ ശമൂവേൽ പ്രവാചകൻ ഒന്ന് ഞടുങ്ങുകയാണ്, ഭയപ്പെടുക. കാരണം ശൗൽ പ്രബലനായി വാഴുകയ. ശൗൽ എന്ന രാജാവിനെ ആ രാജസ്ഥാനത്തേക്ക് പ്രത്യേകമായി അഭിഷേകം ചെയ്തത് ശമൂവേൽ പ്രവാചകനാണ്. എങ്കിൽ പോലും പ്രബലനായി വാഴുന്ന ഈ രാജാവിനെ രാജസ്ഥാനത്ത് നിന്ന് ഒരു ദിവസം നീക്കുവാനായി ആജ്ഞ ലഭിക്കുമ്പോൾ അല്പമൊന്ന് ഭയാശങ്കയോടുകൂടിയാണ് അത് കേൾക്കുന്നത്. അവിടെ യഹോവയാ ദൈവം ഒന്നുകൂടി അവനെ ധൈര്യപ്പെടുത്തുന്നു, അതെ, ഞാൻ നിന്നോട് പറയുന്നത് നീ ചെയ്യുക. നീ യിശ്ശായിയെ അവന്റെ മക്കളെ യാഗത്തിനായി ക്ഷണിക്കുക. നീ പോകുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്തിരിക്കണം, അതെ, നിന്റെ കൈവശം ഒരു കാളക്കിടാവും ഉണ്ടായിരിക്കണം. യാഗത്തിനായി നീ ചെല്ലുക. ബേത്ലഹേമിലെ യിശ്ശായിയുടെ ആ സ്ഥലത്തേക്ക് നീ ചെല്ലുമ്പോൾ അതെ, അവനെ പ്രത്യേകമായി ക്ഷണിക്കേണ്ടത് ആവശ്യമെന്ന് പറയുന്ന യഹോവയുടെ കൽപ്പന അതേപടി അനുസരിക്കുന്ന ശമൂവേൽ പ്രവാചകൻ അപ്രകാരം ചെയ്യുന്നു. ശമൂവേൽ പ്രവാചകന്റെ വരവ് കണ്ടപ്പോൾ അവിടെ മൂപ്പന്മാര് ഭയത്തോടുകൂടി വളരെ വിറയലോടുകൂടി അവനെ എതിരേറ്റിയെന്ന്, നിന്റെ വരവ് ശുഭം തന്നെയോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ശുഭം തന്നെ, ഞാൻ യാഗത്തിനായി വന്നിരിക്കുന്നുവെന്ന് ശമൂവേൽ പ്രവാചകൻ അവരോട് പറയുന്നു. ഒപ്പം യഹോവയാ ദൈവം കൽപ്പിച്ചതുപോലെ യിശ്ശായിയും കുടുംബത്തെയും അവിടെ ഈ യാഗത്തിനായി കൂട്ടിവരുത്തുന്നുണ്ട്. യിശ്ശായിയും കുടുംബയും അവിടെ വന്ന അവസരത്തിൽ തൻ്റെ ഉള്ളിൽ യഹോവയാ ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതെ, അവൻ്റെ മക്കളിൽ ഞാൻ ഒരുവനെ അടുത്ത ഇസ്രായേലിൻ്റെ രാജാവായിട്ട് കണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ശൗൽ പ്രബലനായിരുന്നിട്ടും ഈ ശൗലിനെ രാജസ്ഥാനത്ത് നീക്കുവാനായിട്ട് കാരണം? അത് ശമൂവേൽ പ്രവാചകൻ 1-ാം പുസ്തകം അതിൻ്റെ 15-ാം അധ്യായത്തിൽ വളരെ മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ട്. അമാലേക്യരുമായി യുദ്ധം ചെയ്ത് അവിടെ ചെന്ന് മനുഷ്യര്, മൃഗങ്ങള്, അവരുടെ സകല കാര്യങ്ങളെയും ഉന്മൂലമാക്കി നീ മുടിച്ചിട്ട് തിരിച്ചു വരിക. അവിടെയുള്ള സകലതിനെയും നീ നിർമൂലമാക്കിയിട്ട് നീ തിരിച്ചു വരണം.
കാരണം അത് ദൈവജനത്തോട് അവർ മല്ലിട്ടു. അതുകൊണ്ട് അമാലേക്യരോട് നീ എനിക്ക് വേണ്ടി ഞാൻ പറയുന്നത് അനുസരിക്കുക. പക്ഷെ ശമൂവേൽ പ്രവാചകൻ ഈ കാര്യം പറയുമ്പോൾ ശൗൽ വളരെ സന്തോഷത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതേ, യഹോവയായ ദൈവം എന്നോട് കൽപ്പിച്ചതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ ശമൂവേൽ പ്രവാചകൻ ശൗലിന്റെ അടുക്കലെത്തിയപ്പോൾ ശൗൽ അവനോട് പറയുന്നു, യഹോവയാൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഞാൻ യഹോവയുടെ കൽപ്പന നിവർത്തിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് ശമൂവേൽ പ്രവാചകൻ ചോദിക്കുകയാണ്, എൻ്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കുറയും എന്ത് എന്ന് ചോദിച്ചു. അതെ, ഞാൻ കേൾക്കുന്ന ഈ ശബ്ദം എവിടെ നിന്നാ? ഈ ആടുകളുടെ കരച്ചിൽ, ഞാൻ കേൾക്കുന്ന കാളകളുടെ മുക്കുറ, ഇതെവിടെ നിന്നാ? എല്ലാം ഞാൻ നശിപ്പിച്ചു, എല്ലാം ഇല്ലാതെയാക്കി, യഹോവയുടെ കൽപ്പന അനുസരിച്ചു എന്ന് പറയുന്ന ശൗലിനോട് ശമൂവേൽ പ്രവാചകൻ ചോദിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു ഭയം ഉടലെടുക്കുക. ഉടനെ ശൗൽ തിരിച്ചറിഞ്ഞിട്ട് പറയുന്നു, ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ മനുഷ്യരെ ഭയപ്പെട്ടു പോയി, യഹോവയുടെ കൽപ്പന അവിടെ ഞാൻ അനുസരിക്കാതെയിരുന്നു. നീ എന്നോട് പൊറുക്കണം, നീ എന്നോട് അത്യുന്നത പ്രവാചക, നീ എന്നോട് എൻ്റെ പാപം ക്ഷമിക്കുവാനായി യാചിക്കണം. അതുകൊണ്ട് നീ എന്നോട് കൂടി വന്ന് യാഗം കഴിപ്പാനായിട്ട് വരണം. ആദ്യം ശമൂവേൽ പ്രവാചകൻ പറയുന്നു, ഇല്ല, ഞാൻ വരികയില്ല, യഹോവയുടെ കൽപ്പന നീ പൂർണ്ണമായിട്ടും തിരസ്കരിച്ചത് കൊണ്ട് ഞാൻ വരികയില്ല. പക്ഷെ പിന്നീട് വീണ്ടും ആവർത്തിച്ചാവശ്യപ്പെടുമ്പോൾ ശമൂവേൽ പ്രവാചകൻ ചെല്ലുന്നതായിട്ട് അതിൻ്റെ 30 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും ശമൂവേൽ പ്രവാചകൻ യഹോവയുടെ ആ കൽപ്പനകൾ അനുസരിച്ച് ശമൂവേലിനോട് പറയുന്ന കാര്യങ്ങളും അവിടെ വിശദീകരിച്ചിരിക്കുന്നു. ഇവിടെ മറ്റൊരു പ്രത്യേകത കാണുന്നത്, ശമൂവേൽ പ്രവാചകനെ കാണുമ്പോൾ അമാലേക്യരുടെ രാജാവായ ആഗാഗ് വളരെ സന്തോഷത്തോടെ വന്ന് പറയുകയാണ്. അതേ, 32-ാം വാക്യം, ആഗാഗ് സന്തോഷഭാവത്തോടെ അവൻ്റെ അടുക്കൽ വന്ന് മരണഭീതി നീങ്ങിപ്പോയി എന്ന് പറയുന്നു. അതെ, ഈ ശൗൽ എന്നെ ജീവനോടെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നെ കൊല്ലുവാനായിട്ടാണെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ നിന്നെ കണ്ടപ്പോൾ എൻ്റെ മരണഭീതി നീങ്ങിപ്പോയി. ആഗാഗ് വളരെ സന്തോഷിച്ച് അതേ ശമൂവേൽ പ്രവാചകന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ശമൂവേൽ പ്രവാചകനോട് അവിടെ പറയുന്ന വാക്യങ്ങൾ 33-ലുള്ള വാക്യങ്ങൾ നമ്മൾ കാണാം. നിന്റെ വാൾ സ്ത്രീകളെ മക്കളില്ലാത്തവരാക്കിയതുപോലെ നിന്റെ അമ്മയും സ്ത്രീകളുടെ ഇടയിൽ മക്കളില്ലാത്തവളാകുമെന്ന് ശമൂവേൽ പറഞ്ഞു. ഗിൽഗാലിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ ആഗാഗിനെ തുണ്ടം തുണ്ടമായി വെട്ടിക്കളഞ്ഞുവെന്ന് ഇവിടെ നാം കാണുന്നു. ആഗാഗിനെ ഇവിടെ ഇല്ലാതെയാക്കിയ, അവിടെ ശൗൽ പ്രവർത്തിച്ചില്ലെങ്കിൽ ശമൂവേൽ പ്രവാചകൻ അവിടെ ആജ്ഞ കൊടുക്കുക. ശമൂവേൽ പ്രവാചകൻ ശൗലിനെ രാജസ്ഥാനത്ത് നീക്കുവാനായിട്ടുണ്ടായ കാരണമാണ് ഈ ഭാഗത്ത് നാം ചുരുക്കമായിട്ട് കേട്ടത്. പ്രിയമുള്ളവരെ, ഇത് പൂർണ്ണമായും തിരിച്ചറിഞ്ഞുകൊണ്ട് ശൗലിനെ രാജസ്ഥാനത്ത് നീക്കുവാൻ കൊമ്പിൽ തൈലവും നിറച്ചു പുറപ്പെടുന്ന ശമൂവേൽ പ്രവാചകൻ ഇശായിയും കുടുംബത്തെയും കൂട്ടിവരുത്തിയപ്പോൾ 1 ശമൂവേൽ 16-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം നമ്മൾ 6 മുതലുള്ള വാക്യങ്ങൾ കാണുന്നു. ഏലിയാബിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവൻ്റെ അഭിഷക്തൻ ഇതാ എന്ന് ശമൂവേൽ പ്രവാചകൻ പറയുന്നു. ഏലിയാബ് എന്ന് പറയുന്ന വ്യക്തി ഇശായിയുടെ മക്കളിൽ ഏറ്റവും മൂത്ത മകനാണ്. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ അവൻ ഏറ്റവും കാഴ്ചയിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇവൻ തന്നെയാണ് അടുത്ത ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്ത് യോഗ്യനെന്ന് അവിടെ തൻ്റെ ഉള്ളിൽ തോന്നിക്കുക. പക്ഷെ അത് യഹോവയുടെ തീരുമാനമല്ല, യഹോവയുടെ ആജ്ഞയല്ല, യഹോവയുടെ കൽപ്പനയല്ല എന്നുള്ളതാണ് 1 ശമൂവേൽ 16-7 കാണുന്നത്. അവിടെ ഏലിയാബിനെ കണ്ട് തീരുമാനമെടുക്കുന്ന അത്യുന്നത പ്രവാചകനായ ശമൂവേൽ പ്രവാചകനോട് പറയുകയാണ്, അതേ, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. അതാണ് ഞാൻ ആദ്യമേ വായിച്ച വേദഭാഗം 1 ശമൂവേൽ 16-7. അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് കണ്ണുകൊണ്ടാണ്, ഞാൻ നോക്കുന്നത്, അത് യഹോവയെ നോക്കുന്നത് ഹൃദയത്തിലേക്കാകുന്നു. വീണ്ടും വളരെ പ്രയാസത്തോടുകൂടി വിചാരിക്കുക, ഇനി അടുത്ത രാജാവാരാ? ഇശായിയുടെ മക്കളെ ഓരോരുത്തരെയായി കൂട്ടി വരുത്തി അബീനാദാബ് എന്ന് പറയുന്ന അടുത്ത മകൻ വരുന്നു. വീണ്ടും തൻ്റെ ഉള്ളിൽ ഈ ഒരു വിചാരമുണ്ടാകുമ്പോൾ, തോന്നലുണ്ടാകുമ്പോൾ യഹോവയുടെ ശബ്ദം ഉഗ്രമായി വീണ്ടും ശമൂവേൽ പ്രവാചകന്റെ കാതുകളിൽ മുഴങ്ങിക്കേൾക്കുക. മൂന്നാമതായിട്ട് വരുന്ന ശമ്മ എന്ന് പറയുന്ന ഇശായിയുടെ 3-ാമത്തെ മകൻ, അവൻ വരുമ്പോഴും ഇത് തന്നെ വീണ്ടും മുഴങ്ങി കേൾക്കുന്നുണ്ട്, അതെ, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു.
വളരെ വിഷമിച്ച് 7 മക്കളെയും കൂട്ടിവരുത്തിയപ്പോൾ ആവർത്തിച്ച് കേൾക്കുന്ന യഹോവയുടെ ശബ്ദം, അതെ, ഞാൻ ഇവരെ എല്ലാം തള്ളിയിരിക്കുന്നു. നീ നോക്കുന്നത് കണ്ണുകൊണ്ടാണ്. മനുഷ്യൻ നോക്കുന്നത് കണ്ണുകൊണ്ടാണ് എങ്കിൽ യഹോവയോ ഹൃദയത്തെ നോക്കുന്നുവെന്ന് അരുളി ചെയ്തു. തുടർന്നുള്ള വേദഭാഗങ്ങൾ വളരെ മനോഹരമായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ 12-ാം വാക്യത്തിൽ, ഇനി യിശ്ശായിയുടെ മക്കളിൽ ആരെങ്കിലും അവശേഷിക്കുന്നുവെന്ന് ശമൂവേൽ പ്രവാചകൻ യിശ്ശായിയോട് ചോദിക്കുമ്പോൾ, അതെ, ഒരാളുണ്ട്. അവൻ എവിടെ പോയിരിക്കുക? അവൻ ആടുകളെ മേയ്ക്കുക. അതെ, അവനെ എത്രയും വേഗം ഇവിടെ കൂട്ടിവരുത്തുക എന്ന് പറയുന്നു. എത്രയും വേഗം കൂട്ടിവരുത്തിയപ്പോൾ ദൂരെ നിന്ന് ഈ ദാവീദിനെ കാണുമ്പോൾ ഉള്ള ഒരു വർണ്ണനയാണ് 12-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. 12-ാം വാക്യം, എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമള രൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ ശമൂവേൽ പ്രവാചകനോട് പറയുകയാണ്, എഴുന്നേറ്റ്, അതെ, 13-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ, ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു അടുത്ത ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് കൽപ്പിച്ചു. 2 ചിന്തകൾ മാത്രമാണ് ഈ ധ്യാന സമയം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതെ, മാനുഷിക ചിന്തകൾ, മാനുഷിക തീരുമാനങ്ങൾ നൈമിഷ്യങ്ങളാവുന്നു. ദി ഹ്യൂമൻ സെലക്ഷൻ ഈസ് മൊമെന്ററി. 2ാമത്തെ ചിന്ത, ദി ഡിവൈൻ സെലക്ഷൻ ഈസ് എറ്റേണൽ ഓർ എവർലാസ്റ്റിംഗ്. ദൈവിക തിരഞ്ഞെടുപ്പുകൾ മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത്. മാനുഷികമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ അത് നിലനിൽക്കുന്നതല്ല എന്നുള്ളത് ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കുവാനായി, ധ്യാനിക്കുവാനായിട്ട് കഴിയണം. അതെ, ഉൽപ്പത്തി പുസ്തകം മുതൽ പരിശോധിക്കുമ്പോൾ നാം അത് കാണുന്നുണ്ട്. ഓരോ ജീവിതത്തിലും, ഓരോ ഹൃദയത്തിലും, ഓരോ വ്യക്തി ജീവിതത്തിലും ഓരോരോ തീരുമാനങ്ങളാണ്. നമുക്കറിയാം, ഇന്ന് രാവിലെ നമ്മൾ ഉണർന്നു കഴിഞ്ഞപ്പോൾ ഹൃദയത്തിൽ ആഗ്രഹിച്ചു രാവിലെ പരിശുദ്ധൻ്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് വെള്ളിയാഴ്ച ഈ പ്രഭാതത്തിൽ പരിശുദ്ധമായ ഇടത്തിൽ ബരുമലയിൽ ഇരുന്നു കൊണ്ട് ധ്യാനത്തിൽ സംബന്ധിക്കണം. നമ്മൾ ആഗ്രഹിച്ച കാര്യമാണ്. പക്ഷെ എനിക്ക് ഇന്നിവിടെ ധ്യാനം നയിക്കുവാനായിട്ട് അഭിമന്യ റമ്പാച്ചനോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, എൻ്റെ ആഗ്രഹം നടക്കണമെന്നുണ്ടോ? ദൈവത്തിൻ്റെ ആഗ്രഹമല്ലെങ്കിൽ ഇത് നടക്കുമോ? ദൈവത്തിൻ്റെ പദ്ധതിയല്ലെങ്കിൽ എനിക്കിന്നവിടെ നിൽക്കാൻ കഴിയുമോ? ഇല്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്നെ കേൾക്കുവാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് ആയിരിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമ്മൾ വിചാരിച്ചേക്കാം, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് വരുവാനായിട്ടുള്ള ഒരുപക്ഷെ വാഹന സൗകര്യമുണ്ട്, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് പലതുമുണ്ട്, പിന്നെ എന്തുകൊണ്ട് വന്നുകൂടാ? ഒരു നിമിഷം പോരെ ഇതൊക്കെ ഇല്ലാതാകാൻ? പ്രിയമുള്ളവരെ, ചിന്തിക്കുക, നമ്മുടെയൊക്കെ വിചാരങ്ങൾ നടക്കണമെന്നുണ്ടോ? യെശയ്യാപ്രവചനം അതിൻ്റെ 55-ാം അധ്യായം 8-ാം വാക്യം, യെശയ്യാവ് 55 അതിൻ്റെ 8. ഇവിടെ നമ്മൾ പ്രകാരം വായിക്കുന്നു, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. അതെ, മനുഷ്യനിന്ന് കണക്ക് കൂട്ടുകയാണ്, മനുഷ്യനിന്ന് കണക്ക് കൂട്ടിക്കൊണ്ടേയിരിക്കുക. എല്ലാം ഇന്ന് എനിക്ക് സ്വന്തമാക്കണം, സ്വസ്ഥതയുടെ ലോകത്തിൽ ജീവിക്കുമ്പോൾ എല്ലാം എനിക്കിങ്ങ് പോരട്ടെ, അല്ലെങ്കിൽ എല്ലാം സ്വരൂപിച്ചിട്ട് അടുത്ത തലമുറയ്ക്കും അതിനടുത്ത തലമുറയ്ക്കുമൊക്കെ കൂട്ടിവെക്കാമെന്ന് വിചാരിക്കുമ്പോൾ, കണക്ക് കൂട്ടുമ്പോൾ ആ കണക്കുകൾ യാഥാർത്ഥ്യമാകണമെന്നുണ്ടോ? അവിടെയാണ് ഈ വചനത്തിൻ്റെ പ്രസക്തി. ഓർക്കുക പ്രിയമുള്ളവരെ, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, ദൈവത്തിൻ്റെ മഹാകരുണയാകുന്നു എനിക്കിന്ന് ഇവിടെ നിൽക്കാൻ കഴിയുന്നത്. എൻ്റെ ശബ്ദം ഇവിടെ ദൈവത്തിൻ്റെ ആ കൃപയിൽ എൻ്റെ മാനുഷിക ശബ്ദം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഒന്ന് മാത്രം, ദൈവത്തിൻ്റെ മഹാകരുണയാകുന്നു എന്നുള്ളത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ തിരുവചനം ഉടനീളം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെയൊക്കെ കണക്കുകൂട്ടൽ നടക്കണമെന്നുണ്ടോ? ഉൽപ്പത്തിയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അവിടെ അതിൻ്റെ 3-ാം അധ്യായം 6-ാം വാക്യം, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന സ്ത്രീ കണ്ടു, അത് പറിച്ചു തിന്നു, അത് ഭർത്താവിനും കൊടുത്തു. അതെ, ആ വൃക്ഷഫലം ഏറ്റവും നല്ലത്, തിന്മാൻ നല്ലത്, കാണുവാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന സ്ത്രീ കണ്ടു, അത് പറിച്ചു തിന്നുക മാത്രമല്ല, അത് തൻ്റെ ഭർത്താവിനും കൊടുക്കുക. അവിടെ ഞാനൊരു ചോദ്യം ചോദിച്ചു കൊള്ളട്ടെ, എങ്ങനെയായി ഈ സ്ത്രീ, ആരാ സ്ത്രീ? ആദ്യ മാതാവായ ഹൗവ. ഈ സ്ത്രീ എങ്ങനെയാണ് ഇത് കാണുന്നത്? ഇപ്പം നിങ്ങൾ എന്നെ കാണുന്നത് എങ്ങനെ ചോദിച്ചാൽ
നിങ്ങളുടെ കണ്ണുകൾ കൊണ്ടാണ്. ഞാൻ നിങ്ങളെ കാണുന്നത് ഞാൻ എൻ്റെ ഈ കണ്ണ് തുറന്നു പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇവിടെ ഈ സ്ത്രീയും ഈ വൃക്ഷഫലം നല്ലതെന്ന് കണ്ടത് തൻ്റെ കണ്ണുകൾ തുറന്നു പിടിച്ചിട്ടാണ്. ഈ കണ്ണുകൾ തുറന്നു പിടിച്ചിട്ട് നല്ലതെന്ന് കാണുക, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് കാണുക. അവിടെ കൗശലക്കാരനായ ജാതികളിൽ ജന്തുക്കളിൽ ഏറ്റവും കൗശലമേറിയതായിരുന്നല്ലോ പാമ്പ്. പാമ്പ് വന്ന് കൗശലത്തോടു കൂടി ചോദിക്കുന്നു, അതെ, എല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാമല്ലോ, പക്ഷെ അവിടെ പറയുകയാണ്, അല്ല, ഒന്ന് മാത്രം ഞങ്ങൾക്ക് ഒരു ചെറിയ വിലക്കുണ്ട്. അതെന്താണ്? ആ നടുക്ക് നിൽക്കുന്ന ജീവവൃക്ഷത്തിൻ്റെ ഫലം. അയ്യോ, അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറിച്ചു തിന്നുകൂടാ? അത് പറിച്ചു തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ എല്ലാം കാണാനായിട്ട് കഴിയും. അതെ, നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകുവാനായിട്ട് കഴിയും. ഇത് കേട്ട മാത്രയിൽ പ്രലോഭനത്തിന് അടിപ്പെട്ട് ആദ്യ മാതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹൗവ ഇത് പാപം ചെയ്യുവാനായിട്ട് പ്രേരണ ഉണ്ടാകുന്നു. അത് ചെയ്യുന്നു. അത് താൻ മാത്രമല്ല, തൻ്റെ ജീവിത പങ്കാളിക്കും അതിൻ്റെ കൂട്ടവകാശം കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, എൻ്റെ ചോദ്യം ഇതാണ്: എങ്ങനെയാണ് സ്ത്രീ പാപത്തിന് അല്ലെങ്കിൽ ആദ്യ പാപം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായതെന്ന് ചോദിച്ചാൽ, ഈ കണ്ണ് ഒരുപക്ഷെ തന്നെ ചതിച്ചു എന്ന് പറയാം. അത് അന്ന് മാത്രമല്ല, ഇന്നും ഞാനും നിങ്ങളുമായിരിക്കുന്ന ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയോടും ചോദിക്കുക, എവിടെയാണ് പാപം ചെയ്യുവാനായിട്ട് നമുക്ക് കാരണം ചോദിച്ചാൽ ആദ്യം ഈ കണ്ണ് അല്ലേ എന്നുള്ളത് നാം തിരിച്ചറിയുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുന്ന ദൈവജനമേ, ഇന്നും ഈ കണ്ണുകൾ കൊണ്ട് നാം കണ്ടിട്ട് മാർക്കിടുക, വിലയിടുക, മൂല്യം എത്രയെന്ന് നിശ്ചയിക്കുക. അത്യുന്നത പ്രവാചകനായിരുന്നിട്ടും ന്യായാധിപ യുഗത്തിൻ്റെ അവസാനത്തെ ന്യായാധിപൻ, ആദ്യത്തെ പ്രവാചകൻ എന്ന വിശേഷണം മോശയ്ക്കും ഏലിയാവിനും ശേഷം ഇത്രയും വലിയൊരു പ്രവാചകനെ, ഒരു നേതാവിനെ കണ്ടിട്ടില്ല എന്ന് ഇവിടെ ശമൂവേൽ പ്രവാചകനെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ ശമൂവേൽ പ്രവാചകനും തൻ്റെ മാനുഷികമായിട്ടുള്ള തീരുമാനങ്ങളെ തിരുത്തേണ്ടി വരുന്നു. അതാണ് ഈ 1 ശമൂവേൽ 16:7 നമ്മൾ കണ്ടത്. യഹോവയായ ദൈവം അത്യുന്നത പ്രവാചകനായിരുന്നിട്ട് പറയുക, നിന്റെ കണ്ണുകൊണ്ടാ നീ അടുത്ത ഇസ്രായേലിന്റെ രാജാവായിട്ട് അവനെ കണ്ടിരിക്കുന്നത്. ഏലിയാവ് വന്നപ്പോൾ, അബീനാദാവ് വന്നപ്പോൾ, ശമ്മ വന്നപ്പോൾ ഓരോരുത്തരെയായി തള്ളിക്കൊണ്ട് ഇശായിയുടെ 7 മക്കളെയും ഒന്നൊന്നായി തള്ളിക്കൊണ്ട് പറയുമ്പോൾ അവിടെ ശമൂവേൽ പ്രവാചകനോടും പറയുന്നു, നിന്റെ കണ്ണുകൊണ്ടാ നീ കണ്ട് അവിടെ വിലയിരുത്തിയിരിക്കുന്നത്. ദൈവജനമേ, ഞാനും നിങ്ങളും ഇന്ന് ആയിരിക്കുന്ന ഈ ലോക ജീവിതത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കുക. ഇന്ന് തെരഞ്ഞെടുപ്പുകൾ എവിടെയാണ് ആരംഭിക്കുന്നത്? അത് വിവാഹത്തിന് മാത്രമാണോ? അല്ല. ഞാൻ പറയും, ഒരു കുഞ്ഞ് ജനിച്ച് വീണ് കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ തന്നെ ആ വ്യക്തിയുടെ ഈ ലോകപ്രകാരമുള്ള മാറ്റം വരെയും തെരഞ്ഞെടുപ്പുകളാണ്. ശവസംസ്കാര ശുശ്രൂഷയുടെ സമയം വരെയും തെരഞ്ഞെടുപ്പുകൾ അനന്തമായി നീളുന്ന ഒരു കാലയളവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞത് ശരിയോ എന്നുള്ളത് നിങ്ങളും ചിന്തിക്കുക. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പണ്ട് ഒരുപക്ഷെ വല്യപ്പൻ്റെയോ വല്യമ്മയുടെയോ ഒക്കെ പേര് മാത്രം ഇടണമായിരുന്നു. ഇന്ന് പേരുകൾ കണ്ടുപിടിക്കാനായിട്ട് എത്രയോ തത്രപ്പാടാ. ഞാൻ ആരെയും അതിൽ കുറ്റപ്പെടുത്താനായിട്ടല്ല, മറിച്ച് ഞാൻ ഉൾപ്പെടുന്ന ഈ സമൂഹത്തോടൊന്ന് ചോദിക്കുവാനായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് മാത്രം ഒന്ന് പകരുന്നു എന്ന് മാത്രം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഒരു കുഞ്ഞ് ജനിക്കുന്ന മാത്രം ആ നിമിഷം മുതൽ തന്നെ ഇന്ന് എന്ത് വേണം, ഏത് പേര് വേണം, ഏത് വസ്ത്രം വേണം, ഏത് സ്കൂളിൽ പഠിപ്പിക്കണം. പണ്ടായിരുന്നുവെങ്കിൽ നമുക്കറിയാം, അക്ഷരം എഴുതിക്കാനായിട്ട് ഏതെങ്കിലും ആശാന്റെ അടുക്കലോ അല്ലെങ്കിൽ സൗകര്യപ്രദമായിട്ട് വീടിനടുത്തുള്ള സ്ഥലങ്ങളുമായിരുന്നു. ഇന്ന് പക്ഷേ അതൊക്കെ മാറി. ഏത് സ്ഥലം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും മുന്തിയ സ്കൂളിൽ വേണം. നമുക്കറിയാം, LKGയിൽ തന്നെ എത്രയോ പ്രയാസം ഒരു അഡ്മിഷൻ കിട്ടാൻ ചില സ്കൂളുകളിൽ. പോട്ടെ, ആ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ ഇന്ന് കാലഘട്ടത്തിന് അനിവാര്യമായിരിക്കുന്നു. ഒരുപക്ഷെ നാം ഇന്ന് അതിനടിപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ്. അവിടെ നാം ചിന്തിക്കുക, ഓരോ ജീവിതാനുഭവങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ വന്നുകൊണ്ടേയിരിക്കുക. അവിടെയൊക്കെ നമ്മൾ മാർക്കിടുന്നത്, തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും ഈ കണ്ണുകൊണ്ട് കണ്ടതിനെ മാത്രം നല്ലതെന്ന് വിചാരിച്ചാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് ഓർക്കുക. അവിടെ ദൈവശബ്ദം കേൾക്കുവാനായിട്ട് നീ ഒരു നിമിഷമെങ്കിലും ശ്രമിക്കുന്നുണ്ടോ, ശ്രദ്ധിക്കുന്നുണ്ടോ, നിന്നെ ഒന്ന് അതിനുവേണ്ടി സമർപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും തിരക്കല്ലേ. ആർക്കെവിടെ സമയം? ഇന്ന് സമയം എവിടെ? എല്ലാവർക്കും തിരക്കോട് തിരക്കുക. അതെനിക്കും നിങ്ങൾക്കും അതിൽ ഭേദമില്ല. ഓരോ വ്യക്തികൾക്കും വ്യത്യസ്ത തരത്തിലുള്ള തിരക്കുകളുടെ ലോകത്തിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ തിരക്കിന്റെ നടുവിലൊക്കെ കണ്ണുനീരോടുകൂടി നമ്മുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചിരുന്നു. ഒരുമിച്ച് ദൈവസന്നദ്ധയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചിരുന്നു.
പക്ഷെ ഇന്ന് അത് അന്യമായി പോയിട്ടില്ലേ എന്നുള്ളതും നാം ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹത്തോട് ചോദിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതെ, ഇവിടെ നാം 33:6 കണ്ടത്, അത് കണ്ണുകൾ കൊണ്ട് കണ്ട് ഏറ്റവും ശ്രേഷ്ഠമായി മാർക്കിടുമ്പോൾ അവിടെ ഒരുപക്ഷെ അനുഗ്രഹമല്ല, അപകടമാണ്, അപജയമാണ് ഉണ്ടാകുന്നത് എന്നുള്ള വലിയൊരു സത്യമാണ്. വീണ്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് തന്നെ 13-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, ഉൽപ്പത്തി 13-ാം അധ്യായം 10-ാം വാക്യം. അവിടെ അബ്രാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനോട് അബ്രാം ചോദിക്കുകയാണ്, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അബ്രഹാം പറയുകയാണ്, അതെ, നമുക്ക് സമ്പത്ത് വർദ്ധിച്ചിരിക്കൊണ്ട് ഇനിയും ഒരുമിച്ച് പാർക്കാനായിട്ട് കഴിയില്ല. സമ്പത്ത് വർദ്ധിച്ചിരിക്കൊണ്ട് നാം ശ്രദ്ധിച്ച് കേൾക്കണം. സമ്പത്ത് വർദ്ധിക്കാതെ ഇരുന്നപ്പോൾ ഒരുമിച്ച് പാർക്കാമായിരുന്നു. പക്ഷേ സമ്പത്ത് വർദ്ധിച്ചപ്പോൾ ആടുമാടുകൾ നിനക്കുണ്ട്, എനിക്കുണ്ട്, വെള്ളിയും പൊന്നും ഒക്കെ ധാരാളം ഇരുവർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾക്കൊരു വൈരാഗ്യമോ ഒരു എതിർപ്പോ ഒന്നുമില്ല. പക്ഷേ അവിടെയുള്ള ആടുമാടുകളെ നോക്കുന്ന ആ ഇടയന്മാർ തമ്മിൽ പകയും പിറുപിറുക്കും ഒക്കെ ഉണ്ടാകാനായിട്ട് കാരണമായത് കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞ അബ്രഹാം പറയുകയാണ്, നമുക്ക് പിരിയുന്നത് നല്ലത്. അതുകൊണ്ട് നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. അതെ, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഒരു വലിയ ഓഫർ കൊടുക്കുക അബ്രഹാം. എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സന്ദേശം! ഈ കാലഘട്ടത്തിലും നമുക്കും നമ്മുടെ ഉള്ളിലോട്ട് ചോദിക്കാം. ഏറ്റവും സന്ദേശം നൽകാൻ പറ്റിയ ഒരു സന്ദർഭമായിട്ട് ഞാൻ ഈ വാക്യത്തെ കാണുന്നു. അതെ, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിൽ സഹോദരങ്ങൾ തമ്മിൽ അവരുടെ ലഭിക്കേണ്ടുന്ന സർവ്വതും ഒന്ന് വിഭജിക്കേണ്ടുന്ന സമയം വരുമ്പോൾ ഇപ്രകാരം ചോദിക്കുന്നവരാണെങ്കിൽ നാം വായിക്കുന്ന വാർത്തകളിൽ, കേൾക്കുന്ന, കാണുന്ന വാർത്താ ചിത്രങ്ങളിൽ ഒരുപക്ഷെ പലപ്പോഴും അവിടെ ഒരു മുറുമുറുപ്പും ഉണ്ടാകുകയില്ല, കൊലയും ഉണ്ടാകുകയില്ല. ഇന്ന് ഒരുപക്ഷെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും വിട്ടുകൊടുക്കുവാൻ തയ്യാറാകാതെ അവിടെയൊക്കെ പരസ്പരം വിദ്വേഷത്തിൻ്റെ, പരസ്പരം വെറുപ്പിൻ്റെ, വൈരാഗ്യത്തിൻ്റെ ഒക്കെ തലത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഇവിടെ അബ്രഹാം ലോത്തിനോട് പറയുകയാണ്, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ലോത്ത് നോക്കിയപ്പോൾ യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീര് ഒഴുക്കുള്ളത് എന്ന് കണ്ടു. അതേ, ഉൽപ്പത്തി 13:10. യോർദാൻ അരികെയുള്ള ഈ പ്രദേശമൊക്കെയും നീരോട്ടം ഉള്ളത് എന്ന് കണ്ട ലോത്ത് ഇത് തിരഞ്ഞെടുക്കുക, ഫലഭൂയിഷ്ടമായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക. അത് അന്ന് മാത്രമല്ല, ഇന്നും ലോകരാജ്യങ്ങളിൽ യുദ്ധങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണം എന്താ? അതിൻ്റെ കാര്യകാരണത്തിലേക്ക് ചെന്നു കഴിഞ്ഞാൽ സമ്പൽ സമൃദ്ധി, ഫലഭൂയിഷ്ഠത എവിടെയുണ്ടോ അവിടെയൊക്കെ ഒരുപക്ഷെ യുദ്ധമാണ്. അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി എവിടെയൊക്കെ വടംവലിയുണ്ടോ അവിടെയൊക്കെ നമുക്ക് കാണാം യുദ്ധത്തിന് സമാനമായിട്ടുള്ള ആ ഒരു തലം. അത് രാജ്യങ്ങളിലേക്ക് പോകണ്ട, നാം ആയിരിക്കുന്ന ഇടത്തേക്ക് തന്നെ നോക്കിയാൽ മതി, നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ നോക്കുക. അധികാരങ്ങൾക്ക് വേണ്ടി ഇന്ന് വടം വലിക്കുക, ആരും വിട്ടുകൊടുക്കുവാൻ തയ്യാറല്ല. എനിക്കൊന്നാമനാകണം, എനിക്കെല്ലാം വേണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഒരല്പം മയഞ്ഞു കൊടുക്കുവാനായി, ഒരല്പം ക്ഷമിക്കുവാനായിട്ട് മനസ്സ് വയ്ക്കാതെ പരസ്പരം പോരടിക്കുന്ന, പരസ്പരം വിദ്വേഷത്തിൻ്റെ ആ ആത്മാവിനെ പകർന്നുകൊണ്ട് ഒരുപക്ഷെ സമാധാന ഭൂമിയാകേണ്ടിടത്ത് കലാപഭൂമിയാക്കി തീർക്കുന്ന എത്രയോ ഇടങ്ങൾ. പ്രിയമുള്ളവരെ, ഇവിടെ അബ്രഹാം ലോത്തും വേറിട്ട ഒരു തലമെടുക്കുന്നു. പക്ഷേ അബ്രഹാം പറയുന്ന ഓഫർ ലോത്ത് അല്പം ഒന്ന് ശ്രദ്ധിച്ചാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് മാത്രം. അവൻ ഫലഭൂയിഷ്ടമായിട്ടുള്ള സ്ഥലം തന്നെയാണ് തിരഞ്ഞെടുത്തത്. നീരൊഴുക്കുള്ള ഒരു സ്ഥലമാണ്. നമുക്കറിയാമല്ലോ, ഭാരതത്തിൽ തന്നെ, ഇന്ത്യയുടെ തന്നെ എക്കാലത്തെയും വലിയ ഒരു തലവേദനയാണ്, അല്ലെങ്കിൽ വലിയ ഒരു പ്രയാസമാണ് കാശ്മീര്. ലോകരാജ്യങ്ങളിൽ തന്നെ ഒരുപക്ഷെ അതിൽ ഇടപെട്ടിട്ട് പോലും ആ ഒരു സ്ഥലത്തെ സംബന്ധിച്ച് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും അവിടെ പോയി വന്നിട്ടുള്ള ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഫലഭൂയിഷ്ടമായിട്ടുള്ള നീരൊഴുക്കുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമെന്നാണ്. നീരൊഴുക്കുള്ള സ്ഥലം വിട്ടുകൊടുക്കാനായിട്ട് ആർക്കും ഇഷ്ടമല്ല, അല്ലെങ്കിൽ തയ്യാറല്ല. ഇറാഖിൽ നമുക്കറിയാം, അവിടെ യുദ്ധമുണ്ടായി. കുവൈറ്റും ഇറാഖും തമ്മിലുള്ള യുദ്ധം എന്തിനു വേണ്ടിയും ചോദിച്ചാൽ എണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ്. ലോകരാജ്യങ്ങളൊക്കെ ഉറ്റുനോക്കുന്നത് എവിടെ സമ്പൽ സമൃദ്ധിയുണ്ടോ, എവിടെ ഫലഭൂയിഷ്ഠതയുണ്ടോ അവിടെയൊക്കെ ഉറ്റുനോക്കുക. എവിടെ നിനക്ക് അധികാരമുണ്ടോ, എവിടെ നിനക്ക് അനുഗ്രഹമുണ്ടോ, എവിടെ നിനക്ക്
ഒരുപക്ഷെ മറ്റു ഒരുവളിനേക്കാൾ കൂടുതലായിട്ടുണ്ടോ, അവിടെയൊക്കെ ഇങ്ങനെയുള്ള ഉറ്റുനോക്കുക ഉണ്ടാകുമെന്നുള്ളതും തിരിച്ചറിയുക. അവിടെയൊക്കെ പ്രശ്നങ്ങളാണ്. ഇവിടെ ലോത്ത് തിരഞ്ഞെടുക്കുന്ന ഈ സ്ഥലം ഫലഭൂയിഷ്ടമായെങ്കിലും പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ച് അവിടെ വിശേഷിപ്പിക്കുന്നത്, ആ പ്രദേശം തിരഞ്ഞെടുത്ത ലോത്തിന് പിന്നീട് കാണുന്നത് ഇതെങ്ങനെയുള്ള സ്ഥലമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അതെ, സൊദോം ഗൊമോറ നശിപ്പിക്കുന്നതിന് മുമ്പ് യഹോവയുടെ തോട്ടം പോലെയുള്ള ഒരു സ്ഥലമായിരുന്നു സൊദോം ഗൊമോറ എന്ന് പറയുന്നത്. ഈ വിശുദ്ധ വേദ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനെ നശിപ്പിച്ച് എങ്ങനെയാ സൊദോം ഗൊമോറയെ നശിപ്പിച്ചത്? അതെ, തീയും ഗന്ധവും ഇറങ്ങി, അഗ്നി ഇറങ്ങി വന്നതിനെ ദഹിപ്പിച്ചു, ഉരുക്കി ഇല്ലാതെയാക്കി. വിശുദ്ധ നാടുകളിൽ സന്ദർശിച്ചിട്ടുള്ളവർ ഇവിടെ ഇരിക്കുന്നുണ്ടാകാം, എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടാകാം. വിശുദ്ധ നാടുകളിൽ സന്ദർശിച്ചിട്ടുള്ളവർക്ക് ചാവുകടലിൻ്റെ തീരത്ത് നിന്ന് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മൊട്ടക്കുന്നുകൾ കാണാൻ കഴിയും. 2006 അവിടെ സന്ദർശിക്കുവാനായിട്ടൊരു ഭാഗ്യം ലഭിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഗൈഡിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ചാവുകടലിൽ ഈ വെള്ളത്തിൽ ഇറങ്ങിക്കിടന്നു കഴിഞ്ഞാൽ പൊങ്ങുപോലെ പൊങ്ങിക്കിടക്കാൻ കഴിയുന്നത്? ഞാൻ പഠിച്ചിട്ടുണ്ട്, നിങ്ങളും വായിച്ചിട്ടുണ്ടല്ലോ. അവിടെ ഒന്ന് ഇറങ്ങി അല്പം ബാലൻസ് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ദിനപത്രങ്ങളൊക്കെ വായിക്കാം. ശരിയാ, ഒരു ചെറിയ പരീക്ഷണം നടത്തിയപ്പോൾ ശരിയാ, അതിൻ്റെ സാന്ദ്രത കൂടുതൽ, ഡെൻസിറ്റി കൂടുതലാണ്. എന്തതിന് കാരണം? അവിടെ ജീവജാലങ്ങൾക്ക് നിലനിൽപ്പില്ല. തൊട്ട് അപ്പുറത്തായി കാണുന്ന, കുറച്ച് ദൂരെയായി കാണുന്ന മൊട്ടക്കുന്നുകളുടെ വിശേഷണം ഗൈഡ് പറഞ്ഞത് ശരിയെങ്കിൽ ഒന്ന് വിശ്വസിക്കാം, അത് സൊദോം ഗൊമോറ ആയിരുന്നു എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഓർക്കുക, അന്ന് ഫലഭൂയിഷ്ടമായിട്ടുള്ള സമ്പൽ സമൃദ്ധമായിട്ടുള്ള സ്ഥലം ലോത്ത് തെരഞ്ഞെടുത്തുവെങ്കിൽ അത് ഇന്ന് തരിശായി കിടക്കുന്നു. ലോകത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ആകർഷിച്ചിട്ടുള്ള ഒരു സ്ഥലം വാഗ്ദത്ത നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇസ്രായേലാണ്, യെരൂശലേമാണ്. അവിടെ ആ സ്ഥലം അന്ന് അബ്രഹാം തിരഞ്ഞെടുത്തപ്പോൾ നിശ്ചയമായിട്ടും ഈ തിരുവചനം അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോൾ ഒന്നുറപ്പാണ്, അത് അത്ര ഫലഭൂയിഷ്ടമായിരുന്നില്ല എന്നുള്ളത്. അബ്രഹാം തിരഞ്ഞെടുത്തപ്പോൾ അതൊരു പക്ഷെ മൊട്ടക്കുന്നായിരിക്കാം, അല്ലെങ്കിൽ ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലത്തിൻ്റെ അത്രയും ഫലഭൂയിഷ്ടമായിരുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കാം. പക്ഷെ ഇന്ന് ലോകത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമായത്, വേർതിരിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ഒന്നിൽ വിശ്വസിച്ചു, ദൈവത്തിൽ വിശ്വസിച്ചു. ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മോട് തന്നെ ചോദിക്കുക, ഈ കണ്ണുകൾ കൊണ്ട് കണ്ട് ഏറ്റവും നല്ലതെന്ന് മാർക്കിട്ട് തിരഞ്ഞെടുക്കുന്നത് ഒരുപക്ഷെ അനുഗ്രഹത്തിനായി തീരണമെന്നുണ്ടോ? ദൈവം അവിടെ വസിക്കുന്നില്ലെങ്കിൽ, ദൈവം കൂടെയില്ലെങ്കിൽ, ദൈവം വഴി നടത്തുന്നില്ലെങ്കിൽ, ദൈവം അനുനിമിഷം ആ നേരായ പാതയിൽ നമ്മെ അനുഗ്രഹിച്ച് കൂടെയിരിക്കുന്നില്ലെങ്കിൽ അത് അനുഗ്രഹിക്കണമെന്നുണ്ടോ? അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ നാം കണ്ടത്. അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ തിരഞ്ഞെടുപ്പുകൾ അനിവാര്യമായി വരുമ്പോഴാണ് അത് ശരിയായിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? ഇന്ന് ശരിയേത്, തെറ്റേത്, നല്ലതേത്, തീയതേതെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. കാരണം പരസ്യങ്ങളുടെ ഒരു ലോകത്തിലാണ്. പരസ്യത്തിൻ്റെ പ്രധാന ധർമ്മം എന്തെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് നമ്മെ വിശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയാം. ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന പരസ്യത്തിനാണല്ലോ നമ്മളൊക്കെ പെട്ടെന്ന് അടിപ്പെട്ടു പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ തന്നെയായാലും പെട്ടെന്നൊരു സാധനം നമുക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ, ഞാൻ പരസ്യങ്ങളുടെ പേരൊന്നും പറയുന്നില്ല, അത് ഇന്ന സാധനം മാത്രം മതി. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഓരോ പരസ്യങ്ങളുടെ ചിത്രം ഇപ്പോഴും വരുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന സാധനം മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മാത്രം ഒന്ന് ടിക്കറ്റ് ഇട്ട് ഒരുപക്ഷെ വീട്ടുകാരനോട് പറഞ്ഞു വിടും, അത് മാത്രം മതി. ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ പരസ്യത്തെക്കുറിച്ചുള്ള ഒരു തീസിസ് ആയിരുന്നു ഞാൻ സബ്മിറ്റ് ചെയ്തത്, ഇമ്പാക്ട്സ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. അപ്പം അതിൻ്റെ ഒരു ചെറിയ ടൈറ്റിൽ ഞാൻ എടുത്തത് ഇമ്പാക്ട്സ് ഓഫ് TV അഡ്വർടൈസ്മെൻറ്റ് ഓൺ സൺഡേ സ്കൂൾ ചിൽഡ്രൻ എന്നുള്ളതായിരുന്നു. ഈ സൺഡേ സ്കൂൾ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു സർവേ നടത്തി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും കേരളത്തിന് വെളിയിലുള്ള ചില സ്ഥലങ്ങളിലും ക്വസ്റ്റ്യനർ അയച്ചിട്ട് അതിൻ്റെ ഒരു സർവേ വന്ന് പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞു. മിക്ക സ്ഥലങ്ങളിലും നേരിട്ട് ചെന്ന് കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു സർവേ നടത്തി. വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ചിത്രമാണ്. ഇന്ന് TV ഇത്രയും വ്യാപിച്ചിട്ടില്ല, എല്ലാ ഭവനങ്ങളിലും സുലഭമായിട്ട് ഇന്നത്തെ വാർത്താമാധ്യമങ്ങൾ ഇത്രയും ലഭിച്ചിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ എനിക്കൊരു കാര്യം അതിൽ നിന്ന് വ്യക്തമായി,
TV ഉള്ള വീട്ടിലും ഇല്ലാത്ത വീട്ടിലും ഒന്ന് സ്വാധീനിച്ചിട്ടുണ്ട്, അത് പരസ്യമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരുപക്ഷെ അക്ഷരം പോലും കൂട്ടി വായിക്കാൻ പറയാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ പോലും ചില പരസ്യങ്ങളൊക്കെ ഇങ്ങനെ മൂളിക്കൊണ്ട് നടക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ അന്ന് പെട്ടു. അന്നത്തെ പരസ്യം, ആകർഷിച്ച പരസ്യമൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ വിലപ്പെട്ട സമയം അതെല്ലാം ഇവിടെ സമയം ഞാൻ അപഹരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, എനിക്ക് ഒത്തിരി സന്തോഷമായിട്ട് തോന്നി. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ആദ്യം ഉരുവിടുന്നത് എന്താ? അവർ കേൾക്കുന്ന ചില പരസ്യ വാചകങ്ങളാണ്, പരസ്യ ലോകത്തിൽ കാണുന്ന ചില ചിത്രങ്ങളൊക്കെയാണ്. അതൊക്കെ ഒരുപക്ഷെ മാതാപിതാക്കൾക്ക് സന്തോഷമായിരിക്കാം. എൻ്റെ ദൈവമേ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒന്ന് കുരിശു വരയ്ക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുന്ന, പ്രാർത്ഥിക്കാൻ നേരം തലയിൽ ഒരു തുണിയെടുത്ത് ഇട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടിയുടെ ചിത്രം ചുരുക്കം ചില ഭവനങ്ങൾ കാണാം, പ്രാർത്ഥിക്കുന്ന ഭവനങ്ങൾ കാണാം. പക്ഷേ ഈ പരസ്യത്തിന് മുമ്പിലിരിക്കുന്ന വീടുകളിലാണെങ്കിൽ ആ കുഞ്ഞിൽ നിന്ന് പ്രാർത്ഥനയല്ല, മറിച്ച് ഇതൊക്കെയായിരിക്കാം ആദ്യം വരുന്നത് എന്നുള്ളത് ഓർക്കുക. പോട്ടെ, ഇവിടെ എനിക്ക് വ്യക്തമായത് ഏറ്റവും കൂടുതലായിട്ട് പരസ്യം ആകർഷിക്കുമ്പോഴാണ് നാം അറിയാതെ അതിനടിപ്പെട്ടു പോവുകയാണ്. അഡ്വർടൈസ്മെന്റിനെ കുറിച്ചുള്ള ഒരു സെമിനാറിലും ഇതിനോടനുബന്ധമായിട്ട് ഞാൻ സംബന്ധിച്ചപ്പോഴാണ് അവിടെ അന്ന് മാത്യു പോൾ എന്ന് പറയുന്ന സംവിധായകൻ പറഞ്ഞ ഒരു സത്യമുണ്ട്. ഞാനത് എപ്പോഴും ഓർക്കുന്നതിൻ്റെ കാരണം അദ്ദേഹം പറഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം പറഞ്ഞു, അന്നത്തെ പരസ്യ ചിത്രം ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ചിത്രീകരിച്ച് അദ്ദേഹത്തിന് അതിന് നല്ല ഒരു ലാഭം തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ എൻ്റെ മുമ്പിൽ കൂവപ്പൊടി, കാരണം ഇതെന്ന് പറയുന്നത് എല്ലാവർക്കും അറിയില്ലായിരിക്കും, ഒരു പക്ഷേ വലിയ പ്രയോജനമില്ലാത്ത കപ്പയ്ക്ക് തുല്യമായിട്ടുള്ള ഒന്നാണല്ലോ കൂവ എന്ന് പറയുന്നത്. ഇതിൻ്റെ പൊടിയും അല്പം ശർക്കര വെള്ളവും ഒന്ന് എൻ്റെ മുമ്പിൽ ഒരു ടിന്നിൽ അടച്ചു കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പുറത്ത് മനോഹരമായിട്ടുള്ള ഒരു വാചകം എഴുതും. ഇപ്പോൾ ഗ്രേഡാണ്, അന്ന് റാങ്ക് ആയിരുന്നു. അതുകൊണ്ട് പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാൻ, റാങ്ക് കരസ്ഥമാക്കുവാൻ ഇതിലെ ഓരോ ടീസ്പൂൺ രാവിലെയും വൈകിട്ടും കഴിക്കുക. അതുകൂടാതെ സുന്ദരിയായ ഒരു യുവതിയുടെ ചിത്രം അതിലൊന്ന് ഒട്ടിച്ചിട്ട് ഒരു വാചകം കൂടി ചേർക്കും, നിത്യ യൗവനം നിലനിർത്താൻ ഇത് രാവിലെയും വൈകിട്ടും ഒരു ടീസ്പൂൺ. സ്ത്രീകളെ ആകർഷിക്കാനായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഒരു ഫ്രീ അല്ലെങ്കിൽ സൗജന്യം എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ അതിൽ ചാടി വീണു പോകും. അത് ചെറിയൊരു സ്പൂണായാലും മതി, ചെവിത്തോണ്ടി പോലെയുള്ളതായാലും മതി, അത് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രമേ വാങ്ങിയുള്ളൂ. ഉള്ളിൽ എന്താണെന്ന് ആർക്കറിയാം? അത് എനിക്കറിയാം, പക്ഷേ ലോകം അറിയുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയാൻ കഴിയുമോ? ഇവിടെയാണ് സങ്കീർത്തനക്കാരൻ പാടുന്നത്. 119-ാം സങ്കീർത്തനം അതിൻ്റെ 37-ാം വാക്യം, വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ഒത്തിരി വ്യാജന്മാരാ. അത് ആത്മീയ മേഖലയിലുമുണ്ട്, ഭൗതിക മേഖലയിലുമുണ്ട്. എല്ലാം വിശദീകരിക്കേണ്ടെന്ന് ആവശ്യമല്ലല്ലോ. പ്രിയമുള്ളവരെ, ഇവിടെ ഓർക്കണം, കണ്ണുനീരിൽ ചാലിച്ച് ഒരുപക്ഷെ ഇത്രയും സൗകര്യങ്ങളില്ലാത്ത ഈ പുണ്യഭൂമി ഇന്ന് എനിക്കും നിങ്ങൾക്കും വേണ്ടി വേർതിരിച്ച് അനേക കോടി ജനങ്ങൾക്ക് ആശ്വാസ അഭയ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും ശരിയായിട്ടുള്ള നോട്ടം ശരിയായ രീതിയിലായിരുന്നുകൊണ്ടാണ്. വ്യാജത്തെ നോക്കാതെ ദൈവസന്നിധിയിൽ ഓരോ നിമിഷവും ആ കണ്ണ് ഉണർന്നു പിടിച്ചിരുന്നിട്ടുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ഇരിക്കുന്ന സന്ദർഭം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതത്തിലും വായിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും അറിയാൻ കഴിയാവുന്ന സത്യമാണല്ലോ. ശിഷ്യ സമൂഹം അല്പം പ്രയാസത്തോടെ, അല്പം ഭാരത്തോടെ വന്ന് പറയുക, തിരുമേനി നാളെ എങ്ങനെയാ എന്തെന്നറിയില്ല. അവിടെ തിരുമേനി പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങളെ അത് ദൈവം കരുതിക്കൊള്ളും, ദൈവം തന്നുകൊള്ളും. അബ്രാഹാമിനോട് ഇസ്ഹാക്കിന് മേൽ കൈവയ്ക്കരുതെന്ന് പറയുന്ന യഹോവയാ ദൈവം കരുതിക്കൊള്ളും എന്നുള്ള തിരിച്ചറിവ് അവിടെ കണ്ണുനീര് ഒഴുക്കിയിട്ടുണ്ട്. ആ രക്തം കണ്ണുനീർ തുള്ളിയായി ഇവിടെ വീണിട്ടുണ്ട്. ഈ പുണ്യഭൂമി അനുഗ്രഹീതമാകുമ്പോൾ, ഈ പുണ്യഭൂമിയിൽ എൻ്റെയും നിങ്ങളുടെയും കാൽപാദം ഒന്ന് ചവിട്ടുമ്പോൾ അതിൻ്റെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായും ഓർക്കുക, ഈ പരിശുദ്ധ പിതാവ് കണ്ണുനീരോടുകൂടി വ്യാജത്തെ നോക്കാതെ നേരായ പാതയിൽ
ജീവിതം നയിച്ചു. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി. അതിന്നും ശരീരപ്രകാരമല്ലാലും ആത്മീയ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആ പരിശുദ്ധ പിതാവ് ഇവിടെ ഉണ്ട്. ആ പരിശുദ്ധ പിതാവ് ആത്മീയമായി വളർന്നുകൊണ്ടിരിക്കുക. 112 വർഷം പിന്നിട്ടിട്ടും ഈ ലോകത്തിൽ നിന്ന് കാലം ചെയ്തിട്ട് പോലും എന്തുകൊണ്ടാണ് അനേക കോടി ജനങ്ങൾ ഓരോ വർഷവും ഓരോ ദിവസവും കഴിയും തോറും രാപകൽ ഭേദമില്ലാതെ ഈ പുണ്യഭൂമിയിൽ വന്നണയെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മറ്റൊന്നല്ല, ഇവിടെ അനുഗ്രഹം ലഭിക്കുന്നു. അതെ, എനിക്ക് നിങ്ങൾക്കുമുള്ള സന്ദേശവും ഓർക്കുക, ഇന്ന് തെറ്റായിട്ടുള്ളതിനെ പിൻപറ്റാനായിട്ട് ഇടയാകരുത്. തെറ്റായിട്ടുള്ളതിനെ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് കഴിയണം. പരീക്ഷണങ്ങൾ, പ്രലോഭനങ്ങൾ പല വിധത്തിലാണ് വരുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ടല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിനെ പോലും പരീക്ഷിച്ച സാത്താൻ്റെ പരീക്ഷണങ്ങൾ, പ്രലോഭനങ്ങൾ എത്രയോ അധികമാണ്. ടെംപ്റ്റേഷൻ മൗണ്ട് എന്ന് പറയുന്നത് വിശുദ്ധ നാട് സന്ദർശിക്കുമ്പോൾ എപ്പോഴും കാണാം. ഇതെല്ലാം, ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം, ഒന്ന് മാത്രം ചെയ്താൽ മതി, എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി. ഇന്നും ഇത് ആ രൂപത്തിലല്ലെങ്കിലും പല വിധത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുക. ഇങ്ങ് വന്നാട്ടെ, ഇത് മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ ആഗ്രഹം ഒരു നിമിഷം കൊണ്ടെല്ലാം നേടിയെടുക്കാനായിട്ടാണ്. അത് എനിക്ക് നിങ്ങൾക്കും ഒക്കെ ഇഷ്ടം അതാ. ഒറ്റക്കുട കീഴിൽ എല്ലാം ഒരു നിമിഷം കൊണ്ട് ലഭിക്കുമെങ്കിൽ നമ്മൾ അത് മാത്രമേ വാങ്ങിയുള്ളൂ. എന്നാൽ പിതാക്കന്മാരതല്ല. അവിടെ ദൈവശബ്ദം കേൾക്കുവാനായി കാതോർത്തിരുന്നു. ആ ദൈവ സാന്നിധ്യം ദർശിക്കുവാനായി കണ്ണുകൾ തുറന്നു പിടിച്ചിരുന്നു. ഒപ്പം തന്നെ തെറ്റായ പാതയിലേക്ക് തിരിയാതിരിക്കുവാൻ ആത്മദമനത്തോടുകൂടി കണ്ണുനീരോടുകൂടി നിലവിളിച്ച് അവരെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരുന്നു. അതെ, പ്രലോഭനങ്ങളുള്ള, പരീക്ഷണങ്ങളുള്ള ഈ കാലയളവിൽ ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ആധുനിക സൗകര്യങ്ങളൊക്കെ ഒത്തിരി വർദ്ധിച്ചു വരികയാണ്. അത് പ്രായഭേദമന്യേ എല്ലാവരോടും പറയട്ടെ, ഞാൻ ഉൾപ്പെടുന്ന എന്നോട് നിങ്ങളോട് ഒരുമിച്ച് പറയുന്നത്, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ മായാക്കാഴ്ചകൾ, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ, ഈ ലോകത്തിൻ്റെ അതെ നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന ഏതും നമ്മുടെ കൺമുന്നിൽ നിന്ന് ഒന്ന് മാറ്റിവെക്കുവാനായിട്ട് തയ്യാറാകുമോ? പലപ്പോഴും അവിടെ നാം പരാജയപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ അസ്വസ്ഥതകൾക്ക് കാരണം. നമ്മുടെ അസമാധാനത്തിന് പലപ്പോഴും കാരണം നാം ഒരുപക്ഷെ സന്തോഷം അനുഭവിപ്പാനൊക്കെ വേണം നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ അതിന് ഒരു വിലക്കും വരുത്താതെ അതിനെ അനുവദിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ പരിശുദ്ധ ജീവിതം നയിച്ച് പരിശുദ്ധ പരിമല തിരുമേനിയുള്ള പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തരുന്ന പാത വഴി ഏതെന്ന് ചോദിച്ചാൽ, സ്വന്തം ഇഷ്ടം അല്പം നീ ഒന്ന് മാറ്റിവെക്കുക. അതെ, ദൈവസന്നിധിയിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ ഇവിടെ അതിന് നമുക്ക് കഴിയണമെങ്കിൽ ഉള്ളിലെ കണ്ണുകൾ തുറന്നു പിടിക്കുവാനായി കഴിയണം. ഈ ബാഹ്യമായ നേത്രങ്ങളല്ല, ഉള്ളിലെ കണ്ണുകൾ തുറന്നു പിടിക്കുവാനായിട്ട് കഴിയണം. ക്ലോസ് യുവർ ഐസ് ഓപ്പൺ യുവർ ഇന്നർ ഐസ് എന്ന ഒരു ചൊല്ലുണ്ടല്ലോ. അതെ, ഈ ബാഹ്യമായ നേത്രങ്ങൾ അടച്ചു പിടിച്ചുകൊണ്ട് ഉള്ളിലെ കണ്ണുകൾ തുറന്നു പിടിച്ച് ജീവിതം വിജയിച്ചവരാണ് ഈ പരിശുദ്ധ ജീവിതം നയിച്ച പരിശുദ്ധ പരിമല തിരുമേനിയെ പോലുള്ള പുണ്യ ആത്മാക്കൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ തെരഞ്ഞെടുപ്പുകളും അനിവാര്യമായി വരുമ്പോൾ ദൈവ ശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം ശരിയേത് തെറ്റെന്ന് തിരിച്ചറിയുവാൻ ദൈവമേ പരാജയപ്പെട്ടു പോകാനായിട്ട് അനുവദിക്കരുതേ. നീ തന്ന ആയുസ്സ, ഇവിടെ ഇരിക്കുന്ന എനിക്ക് നിങ്ങൾക്കും വ്യത്യസ്ത പ്രായമാണ്. തന്നിരിക്കുന്ന ആയുസ്സിനെ, സമയത്തെ ഒന്ന് നമ്മുടെ ആ പ്രായം വെച്ചൊന്ന് ഗുണിച്ചു നോക്കുമ്പോൾ ഇത്ര ദിവസം പിന്നിട്ടു, ഇനി എത്ര ദിവസം ഉണ്ടെന്ന് പറയാൻ കഴിയുമോ? ആർക്കറിയാം? ദൈവത്തിനറിയാം. അതുകൊണ്ട് ലഭിക്കുന്ന ഓരോ നിമിഷവും ദൈവത്തിന്റെ ദാനമെന്നുള്ളത് തിരിച്ചറിഞ്ഞ് ഉള്ളിലെ കണ്ണുകൾ തുറന്നു പിടിച്ച് ഈ പരിശുദ്ധ ജീവിതം നയിച്ച പിതാക്കന്മാരെ പോലെ, അതെ, ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ സ്വർഗീയ തീർത്ഥാടകരായി തുടരണം. പരിമല പദയാത്രയ്ക്ക് ഞാൻ തീർത്ഥാടകനായി വന്ന അനുഭവം ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചുവല്ലോ. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വർഗീയ യെരുശലേമിനെ ലക്ഷ്യമാക്കിയുള്ള തീർത്ഥാടക സമൂഹമാണ്. കാണപ്പെടുന്ന ഇന്നത്തെ യെരുശലേമല്ല, സ്വർഗീയ യെരുശലേമിനെ ലക്ഷ്യമാക്കിയുള്ള തീർത്ഥാടക സമൂഹമാണ്. പരിശുദ്ധ ജീവിതം നയിച്ച പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തരുന്ന സത്യവും അത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉള്ളിലെ കണ്ണുകൾ തുറന്നു പിടിക്കണമെങ്കിൽ അവിടെ എഫെസ്യ ലേഖനത്തിൽ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, അവരുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിക്കേണ്ടതിനെന്ന്. അതിൻ്റെ പുതിയൊരു ട്രാൻസ്ലേഷൻ പ്രകാരമാണ് അന്തർനേത്രം തുറക്കേണ്ടതിനാണ്. എന്താ അന്തർനേത്രം? ഉള്ളിലെ കണ്ണുകൾ എന്നുള്ളത് തന്നെയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ 7-ാം അധ്യായം 55-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു, അവിടെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ് ശമാശൻ
തൻ്റെ മുഴങ്കാൽ മടക്കി 2 കൈകളും ഒന്ന് വിരിച്ചു പിടിച്ചുകൊണ്ട് അവിടെ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവരുടെ പാപം ഇവർക്ക് നിർത്തരുതേ. ഏത് പ്രാർത്ഥനയോടെ ചുവട് പിടിച്ച് അത് പ്രാർത്ഥിച്ചെന്നറിയാമോ? നമ്മുടെ അരുമനാഥൻ ആ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥനയോടെ ആ ചുവട് പിടിച്ച് തന്നെ. അതെ, പിതാവ്, ഇവർ ചെയ്യുന്നതെന്ന് ഇന്നതെന്ന് അറിയായ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ അതേ ഭാവം. തന്നെ കല്ലെറിയുന്ന ആ സമൂഹത്തിന് മുമ്പാകെ ഓരോ കല്ലുകൾ വന്ന് പതിക്കുമ്പോഴും ആ ശരീരം വേദനിക്കുന്നുണ്ട്. ആ ശരീരത്തിൽ നിന്ന് ധാരധാരയായി രക്തം ആർന്ന് വീഴുമ്പോഴും അവിടെ വേദനയുടെ അനുഭവത്തില്ല. പക്ഷേ അവിടെ പുഞ്ചിരിക്കുക, അവിടെ ഒന്ന് വളരെ സന്തോഷിക്കുക. എന്താ സന്തോഷത്തിന് കാരണമെന്നറിയാമോ? അതെ, സ്വർഗം തുറന്നിരിക്കുന്നത് കാണുന്നു. ഈ തന്നെ കല്ലെറിയുന്നവരെല്ലാവരും ആ സ്തേഫാനോസ് ശമാസിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അതെ, ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു എന്ന് അവിടെ വിശേഷിപ്പിക്കുന്നത്. ദൈവദൂതന്റെ മുഖം പോലെ കാണാൻ വേദനയുടെ പാരമ്യത്തിൽ, പ്രയാസത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ സ്തേഫാനോസ് ശമാസിന് കഴിയുന്നത് എന്താ ചോദിച്ചാൽ തളർന്നു പോകുന്നില്ല, താളടിയാകുന്നില്ല. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെ മുറുകെ പിടിച്ച് ആ ദൈവ കരങ്ങളിൽ, ശക്തിയുള്ള ബലമുള്ള കരങ്ങളിൽ മുറുകെ പിടിച്ച് അവിടെ ധൈര്യ ചിത്തനാകുകയാണ്. അവിടെ ആ സ്വർഗം തുറന്നിരിക്കുന്ന ആ വലിയ ദർശനം കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ നിത്യജീവിതത്തിലും എനിക്കും നിങ്ങൾക്കും പ്രയാസം വരുമ്പോൾ അവിടെ ഭാരപ്പെടാറില്ലേ, പ്രയാസപ്പെടാറില്ലേ എന്ന് ചോദിച്ചാൽ ഞാനും നിങ്ങളും ഉണ്ട് എന്നുള്ള മറുപടി തന്നെ പറയുമെന്ന് ഞാൻ കരുതുകയാണ്. പലപ്പോഴും ബലഹീനമായ മാനുഷിക മനസ്സ് നമുക്ക് വേദനയുടെ ഒക്കെ അവസ്ഥ തരുമ്പോൾ ഓർക്കുക, ഉള്ളിലെ കണ്ണുകൾ തുറന്നു പിടിക്കുക. ഈ കാണുന്നതല്ല, മറിച്ച് അപ്പുറത്ത് ദൈവം ഒരുക്കുന്ന അതേ വലിയ ഒരിടമുണ്ട്. ആ സന്നദ്ധിയിൽ, അതെ പ്രിയമുള്ളവരെ, അവിടെ നമുക്കൊന്ന് ഇരിക്കുവാൻ കഴിയണമെങ്കിൽ ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളും ആയിരിക്കുമ്പോൾ പാപത്തിന് അടിപ്പെടാതെ ജീവിക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്നുള്ളത് ഓർക്കുക. ഐ താങ്ക് ഗോഡ് എന്ന കവിതയിൽ ഈ കമ്മിങ്സ് എന്ന് പറയുന്ന ആംഗലേയ കവി ഒരു വരി കുറിച്ചിട്ടിരിക്കാൻ എന്നെ സ്പർശിച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൽ പാടുകയാണ്, നൗ the eyes of my eyes are opened. Now the eyes of my eyes are opened. ഇപ്പോൾ എൻ്റെ ഉള്ളിലെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയുന്ന, ദൈവത്തെ പൂർണ്ണമായിട്ടും കാണുവാൻ കഴിയുന്ന വ്യക്തികൾക്ക് മാത്രമേ ഈ ഉള്ളിലെ കണ്ണുകൾ തുറന്നു പിടിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതത്ര എളുപ്പമല്ല പ്രിയമുള്ളവരെ. നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന ആവശ്യമാണ്, നിരന്തരമായിട്ടുള്ള ജാഗരണം ആവശ്യമാണ്, നിരന്തരമായിട്ടുള്ള സമർപ്പണം അതിനാവശ്യമാണ്. അതിനാ പിതാക്കന്മാർ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും ഒക്കെ നമുക്ക് ക്രമീകരിച്ചു തന്നിരിക്കുന്നത്. 7 യാമങ്ങളിൽ പ്രാർത്ഥന ക്രമീകരിച്ചു തന്നിരിക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്കും അത് സാധിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇവിടെ അത് നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിത തിരക്കുകളുടെ ഇടയിൽ പലപ്പോഴും അത് സാധിക്കുന്നുണ്ടോ ചോദിച്ചാൽ സാധിക്കുന്നില്ല. പക്ഷെ പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു സത്യം നാം ഓർക്കണം, 2 നേരമെങ്കിലും പ്രാർത്ഥിക്കുന്ന ഭവനമായിരിക്കണം. 2 നേരമെങ്കിലും അതെ, നീ ദൈവത്തെ ഒന്ന് വിളിക്കുവാൻ കോണം നീ മുഴങ്കാൽ മടക്കണം. അങ്ങനെയാകുമ്പോൾ ഒരു ചോദ്യം കൂടി പറഞ്ഞേക്കാം, 2 നേരം മാത്രമേ വിളിക്കാൻ സാധിക്കുകയുള്ളൂ? അല്ല, ഓരോ നിമിഷവും നിനക്ക് വിളിക്കുവാൻ കഴിയും. പക്ഷേ അതുകൂടാതെ കുടുംബമായി നിനക്ക് 2 നേരം ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ കഴിയുന്നുവെങ്കിൽ ആ ഭവനം ദൈവഭവനമായിരിക്കും. അതേ, ഉൽപ്പത്തികളിൽ നാം ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ അവിടെ യാക്കോബ് ദർശനം കാണുന്നു. ഇത് മറ്റൊരിടമല്ല, ദൈവഭവനം തന്നെ. ദൈവം ഇവിടെ അധിവസിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. നാം എല്ലാവരും ദൈവഭവനത്തിലായിരിക്കണം, ബഥേലിന്റെ അനുഭവത്തിലായിരിക്കണം. ദൈവഭവനത്തിലായിരിക്കുന്ന വ്യക്തികൾക്ക് പ്രയാസങ്ങൾ വന്നാൽ, പ്രതിസന്ധികൾ വന്നാൽ തളർന്നു പോകാനായിട്ട് അവൻ നീക്കുപോക്ക് തരും. പ്രയാസങ്ങൾ വരാത്ത ആരുണ്ട്? ഒരു ദിവസത്തിന്റെ പ്രഭാതം പോലെയല്ല മധ്യാഹ്നം, മധ്യാഹ്നം പോലെയല്ല സായാഹ്നം. നമുക്കറിയാം ഓരോ നിമിഷങ്ങളും വ്യത്യസ്തമാണ്. ഓരോ ജീവിതത്തിലും ഇത് നമുക്ക് ദർശിക്കുവാൻ കഴിയും. പ്രയാസങ്ങളില്ലാത്ത ആരുമില്ല. ഇവിടെ ആയിരിക്കുന്ന ദൈവജനമേ, നിങ്ങളുടെയൊക്കെ ഉള്ളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വ്യത്യസ്ത ആവശ്യങ്ങളുമായിട്ടാണ് ഇന്ന് ഈ സന്നിധിയിലായിരിക്കുന്നത് തിരിച്ചറിയുന്നു. ആവശ്യങ്ങളെ നടത്തുവാൻ പ്രാപ്തൻ ദൈവം മാത്രമാണ്. ഈ പരിശുദ്ധന്റെ മധ്യസ്ഥതന് ഇടയാകും, പക്ഷേ വിശ്വസിക്കണമെന്ന് മാത്രം. അതുകൊണ്ട് പ്രലോഭനങ്ങളുടെ നടുവിൽ നാം അവിടെ പരാജയപ്പെട്ടു പോകാതെ, തെറ്റുകളെ ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ അനുഗമിക്കുവാനായിട്ട് ഇടയാകാതെ, ശരിയായിട്ടുള്ളതിനെ അനുഗമിക്കുവാനായിട്ട്, ശരിയായിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കുവാനായിട്ട് കഴിയണമെങ്കിൽ ഈ കണ്ണുകൾ നോക്കി നീ വിലയിരുത്തിയാൽ സാധ്യമല്ല. അത് ഈ കണ്ണുകൾ നോക്കി വിലയിരുത്തിയാൽ ഒരുപക്ഷെ കാണുന്ന ചെറുക്കൻ നല്ലതെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടേക്കാം. ചിലപ്പോൾ
ബാഹ്യമായിട്ടുള്ളതിനെ ദൈവം തള്ളി എന്നിരിക്കാം. ഒറ്റ നോട്ടത്തിൽ കാണുന്ന പെണ്ണ് എൻ്റെ ജീവിത സഖി നല്ലതെന്ന് ചിന്തിച്ചാൽ നിന്റെ ബാഹ്യമായ നോട്ടം ഒരുപക്ഷെ അപകടം വരുത്തിയേക്കാം. പ്രിയമുള്ളവരെ, സൗന്ദര്യത്തിൽ എന്തിരിക്കുന്നു? മുഹമ്മദ് നബിയും പറയുന്ന ഒരു ചിന്ത ഇന്നത്തെ ചിന്താവിഷയത്തിൽ മനോരമയിൽ വായിച്ചു. ദൈവം നോക്കുന്നത് ബാഹ്യമായിട്ടുള്ളതിനെയല്ല, ശരീരത്തിൻ്റെ ആകൃതിയല്ല, ദൈവം നോക്കുന്നത് ഹൃദയത്തെയാണെന്നുള്ളത് അവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നാം ചിന്തിക്കുന്ന ചിന്താവിഷയം അത് തന്നെയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും ഇന്ന് വിവാഹത്തിൻ്റെ കാര്യം വരുമ്പോഴും കുടുംബജീവിതം ഏറ്റവും പവിത്രമാണ്, പരിശുദ്ധമാണ്. പലപ്പോഴും അതിൻ്റെ അർത്ഥം ഇന്ന് മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. എന്താ കാരണം? എവിടെയാണ് പരാജയം? ഇന്ന് ഡൈവോഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആരാ കാരണം? എന്താ കാരണമെന്ന് ചോദിച്ചാൽ ഒത്തിരി കാരണങ്ങളുണ്ടാകാം. അതൊന്നും ഇവിടെ ഞാൻ വിവരിക്കാനായിട്ടുള്ള വിലപ്പെട്ട സമയം എടുക്കുന്നില്ല. നാം തന്നെ ചിന്തിക്കുക. ഒന്നറിയാം, ദൈവത്തെ മറന്ന് ഈ ലോകത്തിൻ്റെ ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് നീ ഏറ്റവും പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്നുള്ളത്. അത് ദൈവത്തിൽ നിന്ന് നീ അകന്ന് ദൈവ ഇഷ്ടം നോക്കാതെ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ, ലോകത്തിൻ്റെ ഇഷ്ടത്തിന് പുറകെ പോയിട്ടുണ്ട്. അതാണ് ശൗൽ പറയുന്നത്, ഞാൻ മനുഷ്യരെ ഭയപ്പെട്ടു, അതുകൊണ്ട് അമാലേക്ക് രാജാവിനെ ആഗാഗിനെ ഞാനിവിടെ ജീവനോടെ കൊണ്ടുവന്നിരിക്കുന്നു. ഈ കേൾക്കുന്ന ശബ്ദം ആടുമാടുകളുടെ കാളുകളുടെ ഈ മുക്കറയൊക്കെ എന്തിനും ചോദിച്ചോ. ആ സമയം ശമൂവേൽ പ്രവാചകനോട് പറയുന്നത്, അതെ, യഹോവയ്ക്ക് ഞാൻ യാഗം അർപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെ? അവിടെ പറയുകയാണ്, ശമൂവേൽ പ്രവാചകൻ പറയുന്നുണ്ട്, 1 ശമൂവേൽ അതിൻ്റെ 15-ാം അധ്യായം 17-ാം വാക്യത്തിൽ, നിന്റെ സ്വന്തം കാഴ്ചയിൽ നീ ചെറിയവനായിരുന്നിട്ടും യഹോവ നിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾക്ക് തലവനാക്കിയല്ലോ, രാജാവായി നിന്നെ അഭിഷേകം ചെയ്തില്ലയോ? വീണ്ടും 22-ാം വാക്യം അതിൻ്റെ 2-ാം ഭാഗത്തിൽ കാണുന്നു, ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അനുസരിക്കുന്നതാണ് ഈ യാഗത്തെക്കാൾ നല്ലത്. അത് ദൈവസന്നിധിയിൽ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ശ്രേഷ്ഠം. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളല്ല മകനെ എന്ന്, മകളെ എന്ന് എന്നെയും നിങ്ങളെയും പേരുചൊല്ലി വിളിച്ചുകൊണ്ട് യഹോവയാ ദൈവം പറയുമ്പോൾ ഈ ശബ്ദം ശ്രവിക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? അതെ, പരീക്ഷയിൽ അകപ്പെടാതെ നമുക്ക് ഇരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള സ്വാർത്ഥതയെ പൂർണ്ണമായിട്ടും ഒന്ന് പിഴുതെറിയുവാനായിട്ട് കഴിയണം. നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ള സെൽഫ് സെൻറ്റേർഡാ, അത് ഗോഡ് സെൻറ്റേർഡാക്കി തീർക്കുവാനായിട്ട് കഴിയുമ്പോഴാണ് അനുഗ്രഹം കൈവരുന്നത് എന്നുള്ളത് ഓർക്കുക. ഒന്നാമത്തെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കട്ടെ. അവിടെ ദൈവം തിരഞ്ഞെടുക്കാത്തതെല്ലാം അത് നൈമിഷ്യങ്ങളാണ്. മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പുകൾ നൈമിഷ്യങ്ങളാണ്. ദി ഹ്യൂമൻ സെലക്ഷൻ ഇസ് മൊമെൻ്ററി. രണ്ടാമത്തെ ചിന്ത, ദി ഡിവൈൻ സെലക്ഷൻ ഇസ് എറ്റേണൽ ഓർ എവർ ലാസ്റ്റിംഗ്. ദൈവിക തിരഞ്ഞെടുപ്പുകൾ മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ, നിലനിൽക്കുന്നതായിട്ടുള്ളൂ. അതെ, നാം കണ്ടു, അടുത്ത ഇസ്രായേൽ രാജസ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് ആരായിരുന്നു? ദാവീദ്. ദാവീദിന്റെ വിശേഷണങ്ങൾ 1 ശമൂവേൽ 16-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ച് ആദ്യം കേട്ടതാണ്. അവനെ ഒറ്റ നോട്ടത്തിൽ തന്നെ, ഒറ്റ കാഴ്ചയിൽ തന്നെ ഇശായിയുടെ 7 മക്കളെയും തള്ളിയിട്ട്, അതെ, അടുത്ത രാജാവ് ഇവൻ തന്നെ എന്ന് ഉറപ്പിച്ച് പറയുക. ഉടൻ തന്നെ ശമൂവേൽ പ്രവാചകൻ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നതായും ഈ വേദഭാഗത്ത് നാം ആരംഭത്തിൽ വായിച്ചു കേട്ടുവല്ലോ. പ്രിയമുള്ളവരെ, എല്ലാവരെയും തള്ളിയിരിക്കുന്നു. യഹോവ നോക്കുന്നത് എങ്ങനെ, എവിടെയാന്ന് ചോദിച്ചാൽ എൻ്റെ മുഖത്തേക്കല്ല, ഈ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കല്ല, നിന്റെ ഹൃദയത്തിലേക്ക് എന്നുള്ളത് ഇവിടെ അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. യഹോവ നോക്കുന്നത് നിന്റെ ഹൃദയത്തിലേക്കെന്ന് ദൈവപൈതലേ നീ തിരിച്ചറിയുമ്പോൾ ആ ഹൃദയത്തിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെ അവിടെ ഒളിച്ചു വച്ചിട്ടുണ്ട്, എന്തൊക്കെ മറവായി കിടക്കുന്നുണ്ട് എന്നുള്ളത് ഈ 2015 9 ദിവസങ്ങൾ പിന്നിടുന്ന ഈ അവസരത്തിൽ നീ ഒന്ന് ചോദിക്കുമോ? ഈ ഹൃദയത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, ദൈവശബ്ദം കേൾക്കുന്ന ദൈവജനമേ, ഇന്നൊരു തീരുമാനം ഈ പുണ്യഭൂമിയിൽ ആയിരുന്നു കൊണ്ട് ഇന്നൊരു തീരുമാനം എടുത്തുകൊണ്ട് വേണം മടങ്ങിപ്പോകുവാൻ. എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഈ ഹൃദയത്തിൽ ഞാൻ വെക്കുകയില്ല. എൻ്റെ ഹൃദയത്തെ ആർക്ക് അറിയാൻ കഴിയും? ഭർത്താവിന് എൻ്റെ ഹൃദയം അറിയാൻ കഴിയുമെന്ന് ഭാര്യ ചോദിക്കുന്നുണ്ട്. ഭാര്യയ്ക്ക് എൻ്റെ ഹൃദയം അറിയാൻ കഴിയുമെന്ന് ഭർത്താവ് ചോദിക്കുന്നുണ്ട്.
മാതാപിതാക്കൾ മക്കളോടും ഒക്കെ ചോദിക്കുന്നുണ്ട്. ആർക്കറിയാം മറ്റൊരു വ്യക്തിയുടെ, ഒരേ കുടക്കീഴിൽ ഒരേ കൂരയിൽ കഴിയുന്ന മറ്റൊരു വ്യക്തിയുടെ ഹൃദയം ആർക്കറിയാം? ഞാൻ ബഥേലിരുന്നപ്പോൾ അവസരത്തിൽ അവിടെയൊക്കെ ഒരു കാർഡിയോളജിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ജോൺസൺ. അദ്ദേഹം ബൈപ്പാസൊക്കെ നടത്തുന്ന ആളാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഡോക്ടർ, ഈ ഹൃദയത്തിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ള ആളാണല്ലോ, അന്ന് ഈ ഹൃദയമൊക്കെ കീറി മറിക്കുമ്പോൾ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ശരിയാച്ച, ഹൃദയത്തിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഹൃദയത്തിൻ്റെ രൂപഘടന നമുക്കറിയാമല്ലോ. നമ്മുടെ ഈ കൈ കരവൊന്ന് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിന് സദൃശമാണ്. മാംസപേശികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഒരു അവയവമാണ് ഈ ഹൃദയം. മാംസപേശികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന, അതേ, ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഈ ഹൃദയത്തിൽ 4 അറകളാണ് ഉള്ളത്. ഈ 4 അറകളിൽ വലത്തെ 2 അറകളിൽ അശുദ്ധരക്തം, ഇടത്തെ 2 അറകളിൽ അത് ശുദ്ധരക്തം ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോഴുള്ള ഈ ഹൃദയത്തിൻ്റെ അവസ്ഥ, ഹൃദയമിടിപ്പ് എത്ര പ്രാവശ്യമെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. 150 മുതൽ 180 വരെ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ അതിൻ്റെ ഹൃദയമിടിപ്പുണ്ടെന്നാണ് പറയുന്നത്. സാധാരണ ഒരു വ്യക്തിയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ ഏകദേശം 72 തവണയാണ്. ഇവിടെ ഞാൻ നിങ്ങൾ പോയിരിക്കുമ്പോൾ ഇപ്പോൾ എത്ര പ്രാവശ്യം ഹൃദയമിടിപ്പ് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാൻ ഒരുപക്ഷെ സാധിക്കില്ലെങ്കിലും തമ്പുരാൻ അറിയാം. ഇല്ലെങ്കിൽ ഇവിടെ ഇരിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല. പ്രിയമുള്ളവരെ, ഈ ഹൃദയത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ഒരു ദിവസം ഏകദേശം 1,12,000 കിലോമീറ്ററിന് സദൃശ്യമായിട്ടുള്ള രീതിയിലാണ് ഈ ഹൃദയത്തിലെ ഈ രക്തം നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1,12,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് അവിടെ നിന്നിറങ്ങി ഇവിടെ വരെ നടക്കാൻ പ്രയാസമാണ്. പക്ഷേ ഇത്രയും കിലോമീറ്റർ സദൃശ്യമായി എത്ര അതിശയകരമായിട്ടാണ് നമ്മുടെ ഈ ശരീരം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഓർക്കുക. ഓരോ ദിവസവും അത് എത്രമാത്രം ശക്തമായിട്ടാണ് നമ്മെ ദൈവം വഴി നടത്തുന്നത്. ഒരു മിനിറ്റിൽ ഈ ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്ന രക്തത്തിൻ്റെ അളവ് മറ്റൊരു വിശേഷമാണ്. കുറഞ്ഞത് 5 ലിറ്ററെങ്കിലും ഒരു മിനിറ്റിൽ പമ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. DC ബുക്സിൻ്റെ ആരോഗ്യം എന്ന് പറയുന്ന അതിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയുള്ളൂ എന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ പറയുന്നത്. പ്രിയമുള്ളവരെ, ഓർക്കുക, ഇത് ഓർക്കുമ്പോൾ ഞാൻ അതിശയിച്ചു പോയി. 139 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളിൽ വളരെ മനോഹരമായിട്ട് പറയുകയാണ്, അയ്യോ യഹോവേ, നിന്റെ കണ്ണ് എന്നെ കണ്ടു, നിന്റെ കരം എന്നെ മെടഞ്ഞു, എത്ര അതിശയകരമായി, എത്ര അത്ഭുതകരമായി എന്നെ നിർമ്മിച്ചിരിക്കുന്നതിനാൽ ഞാൻ നിന്നെ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യ, നിനക്ക് അഹങ്കരിക്കാനുണ്ടോ? മനുഷ്യ, നിനക്ക് സ്വയം പുകഴുവാനായിട്ടുണ്ടോ? ഒരു നിമിഷമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമല്ലേ? ഓരോ നിമിഷവും ദൈവത്തിൻ്റെ ദാനമല്ലേ? ദൈവത്തിൻ്റെ മഹാകരുണയാൽ ആകുന്നു ഞാൻ ആയിരിക്കുന്നുള്ളൂ തിരിച്ചറിയുവാനായി എനിക്കും നിങ്ങൾക്കും കഴിയുമോ? ഇവിടെ അത് കഴിയണം. പലപ്പോഴും നാം ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ, പാപക്കറകൾ, മ്ലേച്ഛതകൾ, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ ആരും അറിയുന്നില്ല എന്നുള്ള തിരിച്ചറിവില്ല ഞാൻ നിങ്ങളിൽ ജീവിക്കുന്നത്. എന്നാൽ ദൈവം അറിയുന്നുണ്ട്. ആരും അറിഞ്ഞില്ലെങ്കിലും ദൈവം നിന്റെ ഹൃദയം അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇതൊക്കെ കീഴ്മുറിക്കുമ്പോൾ അതിൻ്റെ അവയവങ്ങൾ അറിയാം. എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ബ്ലോക്ക് മാറ്റി ഇപ്പുറത്തോട്ടൊരു ബൈപ്പാസ് കൊടുക്കാനായിട്ടൊക്കെ ഞങ്ങൾക്ക് കഴിയും. പക്ഷേ ഉള്ളിലുള്ള കാര്യങ്ങളെ അറിയാനായിട്ട് അത് സാധ്യമല്ല. മനസ്സറിയുവാനായിട്ട് ആർക്ക് കഴിയും? മനസ്സ് വായിച്ചെടുക്കാനായിട്ട് ആർക്ക് കഴിയും? ദൈവത്തിന് കഴിയും. ഇവിടെ വളരെ മനോഹരമായിട്ട് ഒന്ന് ദിനവൃത്താന്തം അതിൻ്റെ 28:9 കാണുന്നു, യഹോവ സർവ ഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. യഹോവ സർവ ഹൃദയങ്ങളെയും അറിയുന്ന ദൈവമാണ്. നമ്മുടെ ഓരോ നിമിഷമുള്ള വിചാരങ്ങളെ, നിരൂപണങ്ങളെ അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ ആയിരിക്കുമ്പോൾ ഓരോ നിമിഷമുള്ള അടുത്ത നിമിഷം നിങ്ങൾ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം തമ്പുരാൻ അത് അറിഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, യിരെമ്യാ പ്രവചനത്തിൽ 12:3 കാണുന്നു, യഹോവേ നീ എന്നെ അറിയുന്നു, നീ എന്നെ കണ്ട് നിന്റെ സന്നിധിയിൽ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്യുന്നു എന്ന് അവിടെ നാം കാണുന്നു. പ്രിയമുള്ളവരെ, ഈ ഹൃദയത്തിന് ഏറ്റവും പ്രധാന സ്ഥാനമാണ് എങ്കിലും ആ ഹൃദയത്തിന് ഉള്ളിൽ ശുദ്ധീകരണം, ഒരു നൈർമല്യം ആവശ്യമാണ്. ഓരോ ദിവസവും ഓരോ മിനിറ്റിലുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഒരു മിനിറ്റിൽ 5 ലിറ്റർ ഏകദേശം പമ്പ് ചെയ്യുന്ന ഈ രക്തം
ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചെന്നില്ലെങ്കിൽ ഒരുപക്ഷെ രോഗി എന്ന് വിളിച്ചേക്കാം. ഒരുപക്ഷെ നാം രോഗത്തിന് അടിപ്പെട്ടവരായിരിക്കാം. ഇവിടെ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ശുദ്ധീകരിച്ച സ്ഥലമായി അല്ലെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, വലത്തെ രണ്ടറകളിൽ അശുദ്ധരക്തം വന്ന് നിറയുമ്പോൾ എന്താ അശുദ്ധരക്തം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിന് ആവശ്യമില്ല, അത് ശ്വാസകോശത്തിൽ കൂടി പുറന്തള്ളിയാണ്. നാം എടുക്കുന്ന ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തേക്ക് പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അതുകൊണ്ട് അവിടെ ശുദ്ധീകരിച്ച രക്തമാണ് നമ്മുടെ ഈ ജീവൻ നിലനിർത്താനായിട്ട് നമുക്ക് കഴിയുന്നത്. പക്ഷേ ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ കൊണ്ട്, ഈ ലോകത്തിൻ്റെ കളങ്കങ്ങൾ കൊണ്ട് നിന്റെ ജീവിതത്തെ നീ അശുദ്ധമാക്കരുത്. പരിശുദ്ധമായ മാമോദീസ തൊട്ടിയുടെ അനുഭവത്തിൽ കൂടി നീ വീണ്ടും ജനിച്ചവനാ, നീ ദൈവ പൈതലായി തീർന്നവനാ. അവിടെ വീണ്ടും നിന്നെ അശുദ്ധിയിലേക്ക് കൊണ്ടുപോകരുത്. ഏതെങ്കിലും ഒരു ചിന്തയിൽ, ഒരു നിമിഷത്തിൽ അറിഞ്ഞോ അറിയാതെ പാപത്തിന് അടിപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു വരുവാനായിട്ട് കഴിയണം. കാരണം എന്താ? അത് നിന്നെ ദൈവം അറിയുന്നു, നിന്റെ ഹൃദയം ദൈവം അറിയുന്നുണ്ട്. 1 രാജാക്കന്മാർ 8:40 വീണ്ടും നാം കാണുന്നു, നീ മാത്രമല്ലോ സകല മനുഷ്യപുത്രന്മാരുടെയും ഹൃദയത്തെ അറിയുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം കൂടി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. 17-ാം അധ്യായം 9-ും 10-ഉം വാക്യം. ഹൃദയത്തിൻ്റെ ഒരു ചെറിയ വിശേഷണം അവിടെ കൊടുക്കുന്നുണ്ട്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷവുമുള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമുള്ളതുമാണ്. പ്രിയമുള്ളവരെ, ഈ വിഷം ഒന്ന് പുറന്തള്ളണമെങ്കിൽ നീ വിചാരിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. അത് നിന്നെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. നോമ്പും പ്രാർത്ഥനയും ഉപവാസവും നമുക്ക് ശരീരത്തിനും ഒരു ശുദ്ധീകരണം നൽകിയ, ആത്മാവിനും ഒരു ശുദ്ധീകരണം നൽകിയ, ഒരു നൈർമല്യം നൽകിയ, ഹൃദയത്തിലുള്ള കാപട്യത്തെ പുറന്തള്ളുവാനായിട്ട് ഇതിൽ കൂടി നമുക്ക് കഴിയണം. അതിന് പരിശുദ്ധ മാമോദിസയിൽ കൂടി വീണ്ടും ജനിച്ച എനിക്കും നിങ്ങൾക്കും വീണ്ടും ഒരു മാമോദിസ ആവശ്യമില്ല. പാപമോചനത്തിനുള്ള മാമോദിസ എത്ര പ്രാവശ്യമാണ്? ഒരിക്കൽ മാത്രം. എവിടെ പറയുന്നു? വിശ്വാസ പ്രമാണത്തിൽ പറയുന്നു. തിരുവചനത്തിൽ എവിടെ പറയുന്നു? വിശുദ്ധ ബൈബിളിൽ എവിടെ പറയുന്നു? എഫേസ്യർ 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവ് ഒന്ന്, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. ബാപ്റ്റിസോ എന്ന ഗ്രീക്ക് വേർഡ്. അതുകൊണ്ട് സ്നാനം അഥവാ മാമോദിസ എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം മതി. പക്ഷേ മാമോദിസയുടെ ഒരു ഫോളോ അപ്പാണ്, ഒരാവർത്തനമാണ് സത്യ അനുതാപത്തോടുകൂടിയുള്ള, കണ്ണുനീരോടുകൂടിയുള്ള കുംഭസാരം. അത് നടത്തുവാൻ കഴിയുന്ന വ്യക്തി ആ ഒരു പുതുമയിൽ തന്നെയാണ്, പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ തന്നെയാണ്. 2015 9 ദിവസങ്ങൾ പിന്നിടുന്ന ഈ അവസരത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ഒന്ന് ചിന്തിക്കാം. ഇനിയുള്ള എത്ര ദിവസങ്ങൾ, എത്ര വർഷങ്ങൾ നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ ദൈവം തരുന്ന ഈ നിമിഷം അതുല്യമാണ്, ശ്രേഷ്ഠമാണ്, ദൈവത്തിൻ്റെ ദാനം എന്നുള്ളത് തിരിച്ചറിഞ്ഞ്, അതെ, എന്നെ ശുദ്ധീകരിച്ച് ദൈവമേ, നിനക്ക് പ്രയോജനമുള്ള ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിളക്കിൻ്റെ പ്രകാശം പരത്തുന്ന ആ മനോഹാരിത പോലെ പ്രകാശം പരത്തുവാൻ, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയിൽ ഉയരുന്ന കുന്തിരിക്കത്തിൻ്റെ സുഗന്ധം പോലെ സുഗന്ധം പരത്തുന്ന അനുഭവത്തിൽ ആയിത്തീരുവാൻ ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണമേ. പിതാക്കന്മാര് അതാണ് പ്രാർത്ഥനയിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എത്രയോ മനോഹരമായ, എത്രയോ ശ്രേഷ്ഠമാണ് നമ്മുടെ പ്രാർത്ഥനകൾ. നിർമ്മലരിൽ കനിയും നിർമ്മലനാം ദേവാ, ഞങ്ങൾക്കെന്നും നൽകണമേ നിർമ്മല ഹൃദയം. നിൻപ്രീതിക്കെതിരാ പാഴാം ചിന്തകളും ദുഷ്ടവികാരവും എങ്ങളിൽ നിന്നൊഴിവാക്കണമേ. അതെ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വിചാരങ്ങളെ ഒക്കെ നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ശീമ നമസ്കാരത്തിൽ വ്യാഴാഴ്ച സന്ധ്യയിൽ പാടുന്ന ഒരു സ്റ്റാൻസ് ഞാൻ പാടിയതാണ്. 51-ാം സങ്കീർത്തനം അതിന്റെ 10-ാം വാക്യത്തിൽ ദാവീദ് ഹൃദയസ്പർശിയായ ഒരു യാതന നടത്തുന്നു. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ.
പശ്ചാത്താപത്തോടുകൂടി അനുതാപത്തോടുകൂടി നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് ആ ഒരു വരി ഒന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടി ഒന്ന് പറയാം. ദൈവമേ, നല്ല ശബ്ദത്തിലൊന്ന് പറഞ്ഞാട്ടെ, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. അതെ, ഒരു പ്രാർത്ഥനയായിരിക്കട്ടെ. ഈ വർഷം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം ഹൃദയം അറിയുന്നത് ദൈവമെന്ന് ഈ തിരുവചനം നമ്മെ പഠിപ്പിച്ചുവല്ലോ. ഹൃദയം അറിയുന്നുവെങ്കിൽ അവിടെ കാപട്യം നമുക്ക് സാധ്യമല്ല, അവിടെ ദൈവസന്നിധിയിൽ കളങ്കം നമുക്ക് സാധ്യമല്ല, അവിടെ ആരോടും നമുക്ക് അവിശ്വസ്തത സാധ്യമല്ല. കാരണം ഓരോ നിമിഷവും ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിക്കുക. നിന്റെ നടപ്പിലും കിടപ്പിലും ഓരോ ചലനങ്ങളിലും ദൈവം നിന്നെ കണ്ടുകൊണ്ടിരിക്കുക. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അനേകരെ ഉദാഹരണത്തിന് എടുക്കാൻ കഴിയും. ഞാൻ ചെറിയ ഒരു ഉദാഹരണം മാത്രം സമയത്തിൻ്റെ പരിമിതിയിൽ നിന്ന് പറയട്ടെ. ദാനിയേൽ പ്രവചനത്തിൻ്റെ 3-ാം അധ്യായത്തിലാണ്. നിങ്ങൾക്കറിയാവുന്ന വേദഭാഗം തന്നെ. ദാനിയേൽ പ്രവാചകൻ അവിടെ പ്രവചനത്തിൽ 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ഹൃദയസ്പർശിയായ ഒരു വരിയുണ്ട്. അതിപ്രകാരമാണ്, അതെ, ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുന്ന ദൈവത്തിന് ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയും. ഞങ്ങളെ കരുതുന്ന ആ ദൈവം. പ്രിയമുള്ളവരെ, ഓർക്കുക, നമ്മുടെ നിത്യജീവിതത്തിൽ ദൈവത്തെ പിൻപറ്റിക്കൊണ്ട് ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ഓരോ നിമിഷവും നമുക്ക് ജീവിക്കുവാൻ കഴിയുമ്പോൾ ചിലപ്പോഴെങ്കിലും ശൗൽ പറഞ്ഞതുപോലെ ഞാൻ ഈ മനുഷ്യരെ ഭയപ്പെട്ടു പോയി, അതുകൊണ്ട് ഞാൻ അങ്ങ് സമ്മതിച്ചെന്നേ ഉള്ളൂ, അല്ലെങ്കിൽ സാഹചര്യം അങ്ങനെയായിപ്പോയി അതുകൊണ്ട് ഞാനതിന് കൂട്ടുനിന്നേ ഉള്ളൂ, എന്നോട് ക്ഷമിക്കണമെന്ന് ശൗൽ ശമൂവേൽ പ്രവാചകനോട് പറയുന്നത് പോലെ പലപ്പോഴും ഞാനും നിങ്ങളും ആയിരുന്നിട്ടില്ലേ? ഇവിടെ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 ബാലന്മാരെ നോക്കണം. നെബൂഖദ്നേസർ രാജാവ് അവിടെ വലിയൊരു സ്വർണ്ണ ബിംബത്തെ അവിടെ സൃഷ്ടിച്ചാക്കിയിരിക്കുമ്പോൾ വലിയൊരു കൽപ്പന പുറപ്പെടുവിച്ചു. ഇതിനെ വന്ദിക്കാത്ത, നമസ്കരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എരിയുന്ന തീച്ചൂളയിൽ അവനെ ഇട്ട് കളയണം. 3 പേരുണ്ടായിരുന്നു. ആരൊക്കെയാ? ശദ്രക്, മേശക്, അബേദ്നെഗോ. അതെ, അവര് കാര്യവിചാരന്മാരെ അവരെ ഒരു സ്ഥാനത്തൊക്കെ ആക്കിയിരിക്കുക. ഈ രാജാവ് ഈ കൽപ്പന കേട്ടപ്പോൾ 3 പേരെയും കൂട്ടിവരുത്തിയിട്ട് അവരോട് ചോദിക്കുന്നു നിങ്ങൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല? അവർ പറയുകയാണ് 3:17, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിക്കും. ഉടനെ ഇത് കേട്ടപ്പോൾ ഒന്നുകൂടി രാജാവിന് ദ്വേഷമായി, വെറുപ്പോടുകൂടി അവൻ്റെ മുഖം വല്ലാതെ ചുമന്ന് തുടുത്തിട്ട് പറയുക, ഇതുവരെയുള്ള ചൂളയേക്കാൾ 7 മടങ്ങ് ഈ ചൂളയ്ക്ക് ആക്കം കൂട്ടണം. ചിന്തിക്കുക, അതുപോലെ ചെയ്യുന്നു. അവരുടെ കാൽച്ചട്ടയും അവരിട്ടിരിക്കുന്ന വസ്ത്രങ്ങളോടുകൂടി തന്നെ അവരെ ബന്ധിച്ച് പടനായകന്മാർ ഈ 7 മടങ്ങ് ശക്തി കൂട്ടിയ തീച്ചൂളയിലേക്ക് ഈ 3 പേരെയും വലിച്ചെറിയുമ്പോൾ വലിച്ചെറിഞ്ഞവര് അവിടെ അഗ്നി കൊണ്ട് ചാമ്പലായി എന്ന് തിരുവചനം പറയുക. നെബൂഖദ്നേസർ രാജാവ് നോക്കിയപ്പോൾ എഴുന്നേറ്റ് ചോദിക്കുന്നു, നമ്മൾ എത്ര പേരെ തീച്ചൂളയിലേക്ക് എറിഞ്ഞത്? 3 പേരെയാണോ 4 പേരെയാണോ? ഉടനെ രാജാവ് നിശ്ചയമായിട്ടും 3 പേരെ മാത്രമേ എറിഞ്ഞുള്ളൂ. പക്ഷേ ഞാൻ 4 പേരെ കാണുന്നുണ്ടല്ലോ. ആ 4ാമത്തെ ആ വ്യക്തിയുടെ മുഖം ഒരു ദൈവദൂതന്റെ, ദൈവപുത്രന്റെ മുഖസാദൃശ്യമുണ്ടല്ലോ. നെബൂഖദ്നേസർ രാജാവ് ഇറങ്ങി ആ ചൂളയ്ക്കരികെ ചെന്നിട്ട് പറയുക, ശദ്രകേ, മേശകേ, അബേദ്നെഗോയേ, നിങ്ങൾ തീച്ചൂളയിൽ നിന്ന് പുറത്തു വരിക. അവിടെ ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം 26-ാം വാക്യത്തിൽ തീച്ചൂളി വാതിലിന്റെ അടുത്തിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന്റെ ദാസന്മാരായ ശദ്രകേ, മേശകേ, അബേദ്നെഗോയേ, പുറത്തു വരുവീനെന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ 3 പേരും പുറത്തു വന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, എന്താ? ദൈവത്തെ അവരനുസരിച്ചു. ഹൃദയങ്ങളെ അറിയുന്ന ദൈവസന്നദ്ധയിൽ അവർ കാപട്യം ചെയ്തില്ല. ഞങ്ങൾ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നു, ജീവിക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കും. സമയം അവസാനിക്കുന്നതുകൊണ്ട് എൻ്റെ ചിന്തകൾക്ക് ഇവിടെ വിരാമമിടട്ടെ. 2 ചിന്തകളാണ് നാം പങ്കിട്ടത്. അതെ, മാനുഷികമായിട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ അത് നൈമിഷ്യങ്ങളാണ്, ദൈവിക തിരഞ്ഞെടുപ്പുകൾ ശാശ്വതമാണ്. ദി ഹ്യൂമൻ സെലക്ഷൻ ഇസ് മൊമെന്ററി, ദി ഡിവൈൻ സെലക്ഷൻ ഇസ് എറ്റേണൽ ഓർ എവർലാസ്റ്റിംഗ്. സഭാരത്നം കാലം ചെയ്ത വസ്താത്യോസ് തിരുമേനി എപ്പോഴും പാടുന്ന ഒരു പാട്ടിൻ്റെ 2 വരി ഇപ്രകാരമാണ്: യേശുവേ എൻ്റെ ഹൃദയം
നിന്റെ രാജധാനിയായി തീരണേ. യേശുവേ, എൻ്റെ ഹൃദയം നിന്റെ രാജധാനിയായി തീരണേ. ആശിഷം പോക്കി കേടുകൾ പോക്കി രാജാവായങ്ങു വാഴണേ. ആശിഷം നൽകി കേടുകൾ പോക്കി രാജാവായങ്ങു വാഴണേ. 2015 9 ദിവസം പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പിഴുതറിയാം. ഈ ബാഹ്യമായിട്ടുള്ള കണ്ണുകൾ തുറന്നു പിടിച്ചുകൊണ്ട് ഒരുപക്ഷെ തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ, തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ അതൊരുപക്ഷെ സഫലമാകണമെന്നില്ല എന്നുള്ളത് ഈ തിരുവചനത്തിലുടനീളം നാം ദർശിച്ചുവല്ലോ. അതേ, ദൈവീക തെരഞ്ഞെടുപ്പുകൾ മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ. ദാവീദിൻ്റെ ആ തെരഞ്ഞെടുപ്പും അഭിഷേകവും അത് തന്നെയാണ് നാം കാണുന്നത്. അതേ, അനുഗ്രഹിക്കപ്പെട്ട ദൈവഭവനമായി കണ്ണുനീരി ചാലിച്ച് നമുക്ക് തന്ന ഈ പിതാവിൻ്റെ മധ്യസ്ഥയും പ്രാർത്ഥനയും അനുഗ്രഹീതമായി ഭൂമിയിലെ സ്വർഗമായ കുടുംബമായി നമ്മുടെ ഓരോ ഭവനങ്ങളും വേർതിരിക്കുവാനായിട്ടിടയാകട്ടെ. അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. അവസരം ലഭിച്ചതിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അഭി നിറമ്പാച്ചനോട് ഇതിൻ്റെ ചുമതലക്കാരോട് നന്ദി അറിയിച്ച് വാക്കിൽ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും.